ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഷിഫ്റ്റ് 2 മാത്സ്. ഇന്നത്തെ ഷിഫ്റ്റ് 2 മാത്സ് പതിവ് പോലെ തന്നെ സിമ്പിൾ ചോദ്യങ്ങളും മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അതേമാതിരി ബാലൻസ്ഡ് ആണ്. ആദ്യം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ചെറിയ ന്യൂമറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഇറ്റ്സ് നോട്ട് ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. വെക്ടേഴ്സ് ഒക്കെ അതേ പാറ്റേണിലാണ് ചോദിച്ചത്. അപ്പം നമുക്ക് തുടങ്ങാം, ആദ്യം തന്നെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ചോദ്യമാണ്. സാർ വന്നു. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബബിലിറ്റി എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്നാണ്. പ്രോബബിലിറ്റിയിൽ ബേസ് തിയറം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ എൻ സി ആർ ടി ബേസ്ഡ് മാത്രമാണ്. NCERT പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നോക്കൂ, എ ബാഗ് A contains 7 white balls, 3 red balls. ബാഗ് B contains 3 white balls, 2 red balls. ഒരു ബോൾ എടുത്തു and is found to be red. What is the chance that it is from the bag A? വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. +4 മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. അതായത് ഒരു കൊട്ടയിൽ 7 വൈറ്റ് ബോൾസ് ഉണ്ട്. 7 white balls, 3 red balls. ഇതിൽ 3 white balls, 2 red balls. A ball is chosen from one of the box and is found to be red. What is the probability it is taken to the bag? അപ്പം ഇത് ബേസ് ഇയർ ആണ്. അത് വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. ടോട്ടൽ പ്രോബിലിറ്റി എന്താ? ബേസ് ഇയർ എന്താ? ടോട്ടൽ പ്രോബിലിറ്റി താഴെ ഉള്ള അനുകൂല സാഹചര്യം. എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ബോക്സ് ആവാം, പിന്നെ ആദ്യത്തെ ബോക്സിൽ നിന്ന് വെള്ളം കിട്ടാം അല്ലേ? ഒരു ബോൾ എടുക്കുന്ന A ball is taken. അപ്പം വെള്ളം കിട്ടാം അല്ലെങ്കിൽ റെഡ് കിട്ടാം അല്ലേ? വെള്ളം കിട്ടുകയാണെങ്കിൽ 7/10 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു ഇതിന്ന് അല്ല, എ ബോൾ ഇസ് ചോസൻ ഫൗണ്ട് ടു ബി റെഡ്. അപ്പം റെഡാണ് കിട്ടിയത്. റെഡ് കിട്ടാൻ സാധ്യത എന്താ? ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് കിട്ടാം. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് കിട്ടാം 3/10 പ്ലസ് സെക്കൻഡ് ബോക്സിന് റെഡ് കിട്ടാം. ഇറ്റ് ഈസ് 1/2 ഇൻറ്റു എന്താണ് 3 റെഡ് 2 റെഡ് 3 വൈറ്റ് ആണ്. അപ്പോൾ 2/5. ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി. അതിൽ ഫേവറബിൾ പ്രോബിലിറ്റി ഇറ്റ് ഈസ് 1/2 ഇൻറ്റു റെഡ് ആദ്യത്തെ ബോക്സ് ബാഗ് A ആണ്. അതാണ് ബാഗ് E, ഇതാണ് ബാഗ് B. അപ്പോൾ ഇതിന്ന് കിട്ടാനുള്ള സാധ്യത ഇത് എഴുതാം 3/10. അത്രയേ ഉള്ളൂ. ഇത് H1 H2 മുച്വലി എക്സ്ക്ലൂസീവ് E എന്നുള്ള ഇവന്റ് അതൊക്കെ പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇറ്റ് ഈസ് 1/2 വെട്ടാം, 1/2 വെട്ടാം. 3/10 ഇവിടെ 3/10 ആണ്. അപ്പോൾ ഇവിടെ 2/2 വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി 3/4 + 3 7. ആൻസർ ഇസ് 3/7. ഓപ്ഷൻ സി ഇസ് ആൻസർ. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് ബിയുടെ വാല്യൂ 2 ആണ്. മോഡ് B × A 2 ആണ്. വാട്ട് ഈസ് മോഡ് B × A - B²? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താ അറിയാം, നമുക്കറിയാം പിയും ക്യൂവും പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ വാട്ട് ഈസ് P + Q mod സ്ക്വയർ? ഇറ്റ് ഈസ് മോഡ് P² + മോഡ് Q². ഇത് കഴിഞ്ഞ് രാവിലെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ ചോദ്യം. അപ്പോൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. നോക്കൂ, B × Aയും Bയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വാട്ട് ഈസ് B × A - B²? B × A - B²ന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് മോഡ് B × A² പ്ലസ് മോഡ് B². അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ B × Aയുടെ വാല്യൂ എന്താ? 2 4 പ്ലസ് മോഡ് B²ന്റെ വാല്യൂ എന്താ? 4 + 4 8. ഇത് 4 ക്വസ്റ്റ്യൻ 4 മാർക്സ് ഗ്യാരണ്ടി. വെരി സിമ്പിൾ ചോദ്യമാണ്. റൈറ്റ്, കാരണം ഇത് മുച്വലി പ്രോപ്പർട്ടി ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി 2 ചോദ്യം, ബാക്കിയുള്ള ചോദ്യം നമുക്ക് ഫിസിക്സിൻ്റെ സാറ് വന്നിട്ട് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കെമിസ്ട്രിയുടെ സാറ് വന്നിട്ട് കെമിസ്ട്രി ചെയ്തിട്ട് നമുക്ക് മാത്സിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് 2-3 ചോദ്യം കൂടി ചെയ്യാം. അതുകൊണ്ട് സാറെ കണ്ടിന്യൂ ചെയ്യും.
f of x equals ln of 2x plus 3 by 4x square minus 3 cos inverse plus cos inverse 2x plus 1 by x plus 2. ഇത് കുറച്ച് ലെങ്തി ആണ്, ഡൊമെയിൻ ആണ് കാണിച്ചു വെച്ചത്. വാട്ട് ഇസ് ഇത് ഡൊമെയിൻ ഇതാണെങ്കിൽ വാട്ട് ഇസ് 5 ആൽഫ പ്ലസ് 4 ബീറ്റ. ഇത് മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോസ് ഇൻവേഴ്സ്, ഇതിന്റെ ഡൊമെയിൻ d1 ആണ്, ഇതിന്റെ ഡൊമെയിൻ d1 ആണ്, ഇതിന്റെ ഡൊമെയിൻ d2 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? d1 ഇന്റർസെക്ഷൻ d2 ആണ്. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം d1 കാണാം. ഇത് d1 കാണാം. d1 കാണാൻ കോസ് ഇൻവേഴ്സ് ഡിഫൈൻഡ് ആണ്. കോസ് ഇൻവേഴ്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഡിഫൈൻഡ് ഇഫ് എക്സ് ലൈ ബിറ്റ്വീൻ -1 and 1. അപ്പോൾ 2x plus 1 ഡിവൈഡഡ് ബൈ x plus 2 എവിടെ കിടക്കണം? -1ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കണം. -1ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കണം അല്ലേ? അപ്പം 2x plus 1, അപ്പോൾ രണ്ട് ഭാഗമാക്കുക. എക്സ് പ്ലസ് ഹാഫ്, ഇവിടെ 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മുകളിലും ഇവിടെയും. അപ്പം ഇത് മാത്രം എടുക്കുക. യു ടേക്ക് ദിസ് പോർഷൻ. അപ്പോൾ ഇറ്റ് ഇസ് എക്സ് പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇങ്ങനെ ചെയ്യണ്ട, ജസ്റ്റ് അത് മാത്രം എടുക്കുക. അപ്പോൾ 2x plus 1 by x plus 2 -1 ലെസ് ദാൻ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇറ്റ് ഇസ് 2x plus 1 minus x minus 2 divided by x plus 2 is less than equal to 0 വരും. അപ്പം ഈ x plus 2നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല, കാരണം അത് പോസിറ്റീവ് നെഗറ്റീവ് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ 2x വെട്ടിപ്പോയാൽ x minus 1 divided by x plus 2 is less than equal to 0 വരും. അപ്പോൾ what you get from this is x lie between 1 and -2. 1ന്റെയും -2ന്റെയും ഇടയിൽ കിടക്കും. അപ്പോൾ ഇവിടെ -2 ഓപ്പൺ ആണ്, കാരണം ഇവിടെ -2 ആവാൻ പാടില്ല. അപ്പോൾ -2ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന സാധനം ഇതാണ്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന സാധനം എന്താണ്? ഓപ്പൺ -2 ക്ലോസ്ഡ് 1. ഇതൊന്നും ആദ്യത്തെ റൗണ്ടിൽ ചെയ്യാൻ അഡ്വൈസബിൾ അല്ല ഈ ചോദ്യം കേട്ടോ. -2ന്റെയും -1 -2 ഓപ്പൺ ആണ്, 1 ക്ലോസ്ഡ് ആണ്. ഇനി ഇപ്പുറത്തെ ഭാഗം എടുക്കാം. യു ടേക്ക് ദിസ് പോർഷൻ. ഇപ്പുറത്തെ ഭാഗം എടുക്കാം, അതായത് ഈ ഭാഗം എടുക്കുക. എങ്ങനെയാണ്? ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 2x plus 1 divided by x plus 2. അത് വൃത്തിയിൽ എഴുതാം. അപ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ ടു x plus 2 plus 2x plus 1 by x plus 2. കുറച്ച് ലെങ്തിയാണ് ഈ ചോദ്യം, കുഴപ്പമില്ല. ഇറ്റ് ഇസ് 3x plus 3 അല്ലേ? അപ്പോൾ 3x plus 3 by x plus 2, ഇത് 0 ലെസ് ദാൻ തെറ്റാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആയി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ 3 കളയാം. അപ്പോൾ ഇറ്റ് ഇസ് x plus 1 by x plus 2 വരും. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ലൈ ഐദർ ടു ദ ലെഫ്റ്റ് ഓഫ് -1 ഓർ ടു ദ ലെഫ്റ്റ് റൈറ്റ് ഓഫ് -2. അപ്പോൾ -2ന്റെയും -1ന്റെയും പുറത്താണ് കിടക്കുക. -2ന്റെ അവിടെ ഓപ്പൺ ആയിരിക്കും, -1ന്റെ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ, അപ്പോൾ ഈ സാധനം എന്താണ്? എവിടെ കിടക്കുക? -2ന്റെയും -1ന്റെ ഇടയിൽ, ഇവിടെ -2 1ന്റെ ഇടയിൽ. അപ്പോൾ രണ്ടും നടക്കണം. ഇവിടെ -2 1 ആണ്, -2 ക്ലോസ്ഡ് 1. അപ്പം -2 ക്ലോസ്ഡ് 1, -2 അവിടെ ഓപ്പൺ ആണ് കേട്ടോ. -2ന്റെ ഇപ്പുറത്താണ്. അപ്പം ഈ ഭാഗത്ത്, അതായത് ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് വരുന്ന ഇപ്പുറത്താണ്, -2ന്റെ ഇപ്പുറത്തോ അല്ലെങ്കിൽ -1ന്റെ അപ്പുറത്തോ. ഇവിടെ -2ന്റെയും 1ന്റെയും ഇടയിൽ. അപ്പം എന്താ വരിക? -2ന്റെയും 1ന്റെയും ഇടയിൽ. അപ്പം എന്താ? -1 ക്ലോസ്ഡ് 1 ക്ലോസ്ഡ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഐഡിയ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. ശ്രദ്ധിക്കണേ, -1 ക്ലോസ്ഡ് വിട്ടിട്ട് 1 വരെ ഉണ്ടാവും. ഇന്റർസെക്ഷൻ ആണ്, ഇതും കൂടി ഇന്റർസെക്ട് ചെയ്യാം. അപ്പോൾ -2ന്റെ ഇപ്പുറത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല കണ്ടോ, -2 വരെ ഉള്ളൂ, ഓപ്പൺ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ, -1 1. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ -1 1 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഡൊമെയിൻ കാണാം. വാട്ട് ദ ഡൊമെയിൻ ഓഫ് ദിസ്? 2x plus 3 by 4x square minus x plus 1. നോക്കൂ, ഇതിന്റെ ലോഗാണ്. ലോഗായിട്ട് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? You have to take the log of this. Log ആകുമ്പം ഈ 2x square plus this is 2x plus 3 divided by 4x square minus x plus 3 എന്താണ്? പോസിറ്റീവ് ആണ്, ഷുഡ് ബി പോസിറ്റീവ് ആണ്. പിന്നെ ഇത് ഡിഫൈൻഡ് ആവണം, ഇത് പോസിറ്റീവ് ആവണം, പിന്നെ 0ത്തേക്കാൾ വലുതാവണം. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നോക്കൂ, 1 പ്ലസ് 4ac. അപ്പോൾ അത് 0 ആവുന്ന സ്ഥലമുണ്ട്, ഇവിടെ 0 ആവുന്ന സ്ഥലമുണ്ട്. അതായത് 4x സ്ക്വയർ ഡിഫൈൻഡ് ആവണം. 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ആവുന്ന സ്ഥലമുണ്ട്. എൻ്റെ എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് ഓർ മൈനസ് √1
minus plus 4 into 3 divided by 4 to 8. ഇങ്ങനെ കാൽക്കുലേഷൻ ആണ് ഈ ജെയ് മെയിൻസിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. 4 4 16 16 ഇൻറ്റു 3 48 49 7 ബൈ 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ 1 ഉണ്ടാവും, 7 1 8, പിന്നെ 1 മൈനസ് 7 ബൈ 8 ആകുമ്പോൾ മൈനസ് 6 ബൈ 8 അല്ലെങ്കിൽ മൈനസ് 3 ബൈ 4. 1ഉം മൈനസ് 3 ബൈ 4 1ഉം മൈനസ് 3 ബൈ 4ഉം ആയാൽ പ്രശ്നമാണ്. അപ്പോൾ എക്സ് 1 ആവാൻ പാടില്ല, എക്സ് 1 ആവാൻ പാടില്ല, എക്സ് മൈനസ് 3 ബൈ 4 ആവാൻ പാടില്ല. അപ്പോൾ അതൊരു പിടുത്താണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഡൊമെയിൻ ഇത് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ എക്സ് 1 ആവാൻ പാടില്ല, 1 ആയാൽ നോക്കൂ 4 മൈനസ് 4 0 ആവും. ഇനി മൈനസ് 3 ബൈ 4 ആകുമ്പോഴും അതെ ഇത് 0 ആയിപ്പോൾ, റൈറ്റ്? അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി ഇത് പോസിറ്റീവ് ആവണം. ഇത് പോസിറ്റീവ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ നോക്കൂ, 2x plus 3 ഡിവൈഡഡ് ബൈ ഇത് ഫാക്ടറൈസ് ചെയ്താൽ എന്താ കിട്ടുക, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 ബൈ 4 ആ വരിക. പ്ലസ് 3 ബൈ 4 അല്ലേ വരിക ഫാക്ടറൈസ് ചെയ്താൽ, ഫാക്ടേഴ്സ് അല്ലേ അത്, മൾട്ടിപ്ലൈ ചെയ്താൽ ഗ്രേറ്റർ ദാൻ 0 വരും. നമുക്ക് 4 പുറത്തേക്ക് എടുക്കാം, നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 4x plus 3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് കിട്ടാം. 4 പ്രശ്നമല്ല, കാരണം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന ഐഡിയ എന്താ, വാട്ട് യു ഗെറ്റ് ഫ്രം ദിസ്? ഇതിന്ന് കിട്ടുന്നത് വെച്ചാൽ ഇതിന്ന് വേവ് വരയ്ക്കാം. എന്താണ് ഇവിടെ എക്സ് പ്ലസ് 3 ബൈ 2x plus 3 നമുക്ക് എക്സ് പ്ലസ് 3 ബൈ 2 എഴുതാം. 2x plus 3 can be written as x plus 3 by 2. അപ്പോൾ എക്സ് പ്ലസ് 3 ബൈ 2 എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 3 ബൈ 4. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് എപ്പോഴാണ് പോസിറ്റീവ് ആവാന്ന ചോദ്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 1 മൈനസ് 3 ബൈ 4, ഇവിടെ എവിടെയോ മൈനസ് 3 ബൈ 4 ഉണ്ടാവും. ഇവിടെ എവിടെയോ മൈനസ് 3 ബൈ 4-നേക്കാൾ ചെറുതാണ് മൈനസ് 3 ബൈ 2. മൈനസ് 3 ബൈ 2 പറഞ്ഞാൽ 1.5 അല്ലേ, അപ്പോൾ ഇവിടെ ഉണ്ടാവാം 1.5. അപ്പം ഇതാണ് 0, ഇതാണ് 1, ഇതാണ് മൈനസ് 1, അപ്പോൾ ഇവിടെയാണ് മൈനസ് 3 ബൈ 2 ഉള്ളത്, ഇവിടെയാണ് മൈനസ് 3 ബൈ 4 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റർ ദാൻ ഇതിന് വേവ് എങ്ങനെ ഉണ്ടാവും അറിയോ, 1-ൽ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ 1-ൽ ക്ലോസ്ഡ് അല്ല ആയിരിക്കില്ല, പിന്നെ 3 ബൈ 4-ൽ ഇങ്ങനെ ഉണ്ടാവും, 3 ബൈ 4-ൽ ക്ലോസ്ഡ് ആയിരിക്കില്ല, പിന്നെ ഇങ്ങനെ വന്ന് മൈനസ് 3 ബൈ 2-ൽ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ അത് ക്ലോസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെയും പൊള്ളാം, ഇവിടെയും പൊള്ളാം, ഇവിടെയും പൊള്ളാം, കാരണം ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് എപ്പോഴാണ് പോസിറ്റീവ് ആവുക, വേവ് മുകളിൽ എത്തുമ്പോൾ. അപ്പോൾ എപ്പോഴാണ് വേവ് മുകളിലുള്ളത്, അതായത് എപ്പോഴാണ് മുകളിലുള്ളത്, മൈനസ് 3 ബൈ 2 മൈനസ് 3 ബൈ 4 ഓപ്പൺ യൂണിയൻ 1. ഇതാണ് എന്ത്, ഡൊമെയിൻ ഓഫ് ദിസ്, ഇതിൻ്റെ ഡൊമെയിനാണ്. അതായത് D2, ഇതാണ് D2. ദിസ് ഈസ് വാട്ട് വി കോൾ D2. കുറച്ച് ലെങ്തിയാണിത്. അപ്പോൾ ദാറ്റ് ഈസ് D2. അപ്പോൾ D2ൻ്റെ വാല്യൂ എന്താ, അപ്പോൾ D2 ഈസ് ഈക്വൽ ടു D2 ഇതാണ് മൈനസ് 3 ബൈ 4 3 ബൈ 2 മൈനസ് 3 ബൈ 4 യൂണിയൻ 1 ഇൻഫിനിറ്റി. അതും ഇതും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യാം, D1 ഇൻ്റർസെക്ഷൻ D2, ഇതും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ വാട്ട് യു ഗെറ്റ്, മൈനസ് 3 ബൈ 4 ഇതാണ് മൈനസ് 3 ബൈ 4 3 ബൈ 4, പിന്നെ 1 ഇൻഫിനിറ്റി, അതും മൈനസ് 1 1 കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് 1 1 ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്താ, ഇതാണ് മൈനസ് 1, ഇതാണ് 1, അപ്പോൾ ഇതാണ് ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെയും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യാം, ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, അപ്പം മുകളിലത്തെ ഭാഗമല്ലേ, ഇവിടെ ഈ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റർസെക്ഷൻ പറയുമ്പം ഈ ഭാഗം മാത്രമേ ഉണ്ടാവും. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ടിട്ട്, അതായത് ഇതിൻ്റെ മേലത്തെ ഭാഗം മാത്രമേ ഉള്ളൂ, മൈനസ് 3 ബൈ 2 3 ബൈ 2. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഉണ്ടാവും, ഇവിടെ ഓപ്പൺ ആയിരിക്കും. പിന്നെ 1 ഇവിടെ ഓപ്പൺ അല്ലേ, 1 ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്, അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. എന്താണ്, ക്ലോസ്ഡ് മൈനസ് 1 ഓപ്പൺ മൈനസ് 3 ബൈ 4. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് മൈനസ് 1 ഓപ്പൺ മൈനസ് 3 ബൈ 4. ഇതാണ് ആക്ച്വലി എന്ത്, ആൽഫ ബീറ്റ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പം വാട്ട് ഈസ് 5 ആൽഫ മൈനസ് 4 ബീറ്റ, ചോദ്യം എന്താ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 5 ആൽഫ മൈനസ് 4 ബീറ്റ ആണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും ആൻസർ, ഇറ്റ് ഈസ് 5 ഇൻറ്റു ആൽഫ, ഇറ്റ് ഈസ് മൈനസ് 1 പ്ലസ് മൈനസ് 4 ഇൻറ്റു ബീറ്റ, ഇറ്റ് ഈസ് മൈനസ് 3 ബൈ 4. എന്താ വരിക,
Answer will be minus 5 plus 3 is equal to minus 2. 5 alpha minus 4 beta ചോദ്യം അല്ലേ? Minus 1 minus 3 by 4. The answer is minus 5 plus 4 into 3. 4 plus 3. Answer is 2. Minus 2. അപ്പോൾ minus 2 ആണ് എനിക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് മോഡറേറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എ ഇ പവർ 2x പ്ലസ് ബി ഇ പവർ എക്സ് പ്ലസ് സി എക്സ്. എഫ് ഓഫ് 0 -1 ആണ്. എഫ് ഡാഷ് ലോൺ ടു 21 ആണ്. ഇന്റഗ്രൽ ഓഫ് 0 to ln 4 എഫ് ഓഫ് എക്സ് മൈനസ് സി എക്സ് 39/2 ആണ്. വാട്ട് ഇസ് മോഡ് എ പ്ലസ് ബി മൈനസ് സിയുടെ വാല്യൂ എന്നാണ്. ഇത് അത് എയും ബിയും സിയും കാണണം അല്ലേ? എയും ബിയും സിയും കാണണം. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് ഡൂവബിൾ ആണ് തോന്നുന്നു. നോക്കാം, ഡൂവബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ ഡൂവബിൾ ആണ്, കാരണം എല്ലാ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കാരണം ഇതിൽ 3 അൺനോൺസ് ആണ്, എയും ബിയും സിയും. 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. അതായത് 3 അൺനോൺസിന് 3 കാര്യങ്ങൾ തന്നാൽ മതി. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താ? എഫ് ഓഫ് 0 -1. ഇവിടെ എക്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ -1 എന്താണ്? -1 ഇസ് ഈക്വൽ ടു, ഇവിടെ എഫ് ഓഫ് 0 -1 ഇവിടെ 0 കൊടുത്താൽ എ പ്ലസ് ബി സി എക്സ് 0 അല്ലേ? ഒരു ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1. ഇനി എഫ് ഡാഷ് ലോൺ 2. ആദ്യം എഫ് ഡാഷ് എക്സ് കണ്ടു വെച്ചോളൂ. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് ഈക്വൽസ് 2a e power 2x plus b e power x plus c. അപ്പോൾ അതിൽ എഫ് ഡാഷ് 0 കൊടുക്കാം, എഫ് ഡാഷ് ലോൺ 2 കൊടുക്കാം. അപ്പോൾ എഫ് ഡാഷ് ലോൺ 2 21 ആണ്. അപ്പോൾ 21 is equal to 2a into e power 2 ln 2 ആണ്. എക്സിന് പകരം ln 2 ആണ്. ln 2 ആകുമ്പോൾ 2 ln 2 പറഞ്ഞാൽ ln 4 ആണ്. e raised to ln 4 പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 എഴുതിയാലും മതി. ഇൻറ്റു 4 പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലോൺ 2. ഇ റേസ് ടു ലോൺ 2 പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 2 പ്ലസ് സി. അപ്പോൾ ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2. എന്താ 2? 8a പ്ലസ് 2b പ്ലസ് സി ഇസ് ഈക്വൽ ടു 21. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ മൂന്നാമത്തെ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് മൈനസ് ഡി എക്സ്. നോക്കൂ, എഫ് ഓഫ് എക്സ് സി എക്സ് കുറച്ചാൽ എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് ബി റേസ് ടു എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇത് എ ഇ പവർ എക്സ്, അതായത് ഈ സാധനം എന്താ? എ ഇ പവർ 2x പ്ലസ് ബി ഇ പവർ എക്സ് ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? എ ഇ പവർ 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി ഇ പവർ എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. 0 ലോൺ. ഇതിൻ്റെ വാല്യൂ എന്താണ്? 39/2 ആണ്. അപ്പോൾ എഗെയിൻ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ ലോൺ 4 കൊടുക്കുക. അപ്പോൾ a/2 ഇൻറ്റു ലോൺ 4 കൊടുക്കുമ്പം ഇ റേസ് ടു ലോൺ 2 ലോൺ 4 ലോൺ 8 വിച്ച് ഇസ് 8 മൈനസ് 1 അല്ലേ? 8 മൈനസ് 1 വരും. പ്ലസ് ബി ഇൻറ്റു ഇ പവർ ലോൺ 4. ഇ പവർ ലോൺ 4 പറഞ്ഞാൽ 4 വരും. 4 മൈനസ് ഇ പവർ 0 പറഞ്ഞാൽ 1 ഇസ് ഈക്വൽ ടു 39/2. എഗെയിൻ ഒരു ഇക്വേഷൻ വരും അല്ലേ? അപ്പോൾ എന്താ വരിക? 7/2 ഉണ്ടാവും. അപ്പോൾ 7a/2 പ്ലസ് ഇവിടെ 3b ഉണ്ടാവും. 3b ആകുമ്പം 6b എഴുതാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇസ് ഈക്വൽ ടു 39. എഗെയിൻ ഒരു ഇക്വേഷൻ ആയി അല്ലേ? അതിൽ സി ഉണ്ടാവില്ല. അപ്പോൾ 2 ഇക്വേഷൻസ് ആയില്ലേ? അപ്പോൾ ഇവിടെ 7a പ്ലസ് 6b 39 ആയി. ഇവിടെ a പ്ലസ് b -1 ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ 7a പ്ലസ് 7b എഴുതാം. 7a പ്ലസ് 7b ഇസ് ഈക്വൽ ടു -7 വരും. അപ്പോൾ ഇതിൽ സബ്ട്രാക്ട് ചെയ്താൽ, ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ ബിയുടെ വാല്യൂ -39 -7 -39 ആകുമ്പോൾ 46 വരും. -46 അല്ലേ? ബിയുടെ വാല്യൂ -46. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് ബി ആസ് -46. ബിയുടെ വാല്യൂ -46 വരും. -7 -9 -46. അപ്പോൾ ഇവിടെ -46 കൊടുത്താൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? എയുടെ വാല്യൂ +46 -5, എയുടെ വാല്യൂ 45 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 45 ആയി, ബിയുടെ വാല്യൂ -46 ആയി. ഇനി ഇതിൽ കൊടുത്താൽ സിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഏതൊരു ഇതിൽ സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 45. ലെങ്തിയാണ്, എന്നാലും അത് ചെയ്യാൻ പറ്റും, ഡൂവബിൾ ആണ്. അപ്പം 8 × 45 പ്ലസ് 2 × 46. അപ്പോൾ 2 × 46 പ്ലസ് സി ആണ് 21. അതൊന്ന് സിയുടെ വാല്യൂ ആണ്. യു ഗോട്ട് ദ വാല്യൂ ഓഫ് സി. ഇവിടെ a പ്ലസ് ബി പ്ലസ് സി കൊടുക്കുക. മോഡുലസ് ഓഫ് ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ഇത്
കഴിഞ്ഞിട്ട് നമുക്ക് കെമിസ്ട്രി സാറ് വരും. കെമിസ്ട്രി സാറ് കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. യെസ്, നമ്മൾ 2024 JEയുടെ 6ാമത്തെ പേപ്പറാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? 30th ഇന്നത്തെ ഷിഫ്റ്റ് 2 പേപ്പറാണ്. കെമിസ്ട്രി പാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ വൺസ് അഗെയിൻ വീണ്ടും പറയേണ്ടി വരികയാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇൻഫാക്റ്റ് നമ്മൾ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, KMnO4 ഷോ കളർ ഡ്യൂ ടു. KMnO4 ആയാലും കൊള്ളാം, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആയാലും കൊള്ളാം അല്ലേ? ഇതിലെല്ലാം തന്നെ D0 സിസ്റ്റമാണ്. അറിയാലോ, KMnO4 +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. D7 സിസ്റ്റമാണ് വരിക. +7 സ്റ്റേറ്റിൽ D0 ആണ് വരിക. അപ്പോൾ DD ട്രാൻസിഷൻ വരില്ലല്ലോ മക്കളെ, DD ട്രാൻസിഷൻ വരില്ല. പിന്നെ F സെന്റർ എന്നുള്ളത് നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു സംഗതിയാണ്. പിന്നെ ആകെയുള്ളത് ഇതാണ്, ചാർജ് ട്രാൻസ്ഫർ. NCERT-ൽ ഒരൊറ്റ വരിയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കളർ ഡ്യൂ ടു, കളർ ആൻഡ് സ്ലൈറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് പാരാമാഗ്നറ്റിസം ഇൻ പെർമാംഗനേറ്റ് ഈസ് എന്താ പറയുക, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഹയർ ലെവൽ ഓഫ് ഡിസ്കഷൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ക്ലാസ്സുകളിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ക്ലാസ്സുകളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. അപ്പോൾ ബിയും സിയും ആയിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുക. രണ്ടിലും ചാർജ് ട്രാൻസ്ഫർ ആണ്. ഇനി മെറ്റൽ ലിഗാൻഡ് ആണോ ലിഗാൻഡ് മെറ്റൽ ആണോ? പെർമാംഗനേറ്റിലൊക്കെ ഒരു സംശയവും വേണ്ട, ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആയിരിക്കും അല്ലെ? ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ ആ കാണുന്ന പെർമാംഗനേറ്റിലെ ചാർജ് ത്രൂ ദ ബോണ്ടിങ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ, അത് ആ കോൺസെപ്റ്റ് നമ്മൾ വളരെ പെരിഫറൽ ആയിട്ടാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു ആശയം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മെറ്റൽ ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫറും തന്നിട്ടുണ്ട്, ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫറും തന്നിട്ടുണ്ട് എന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യേണ്ടി വരും. എന്തായാലും 2 ചോയ്സ് സ്ട്രെയിറ്റ് അവേ കട്ട് ചെയ്ത് കളയാം, കാരണം DD ട്രാൻസിഷൻ സാധ്യമല്ല. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയാണ് പെർമാംഗനേറ്റിന്റെ അല്ലെങ്കിൽ ഡൈക്രോമേറ്റിന്റെ ഒക്കെ കളറിന് കാരണമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When C is added to a solution of A and B, mole fraction of C is, അല്ലെ? എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? എങ്ങനെ മോൾ ഫ്രാക്ഷൻ ഓഫ് C കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് C is equal to number of moles of C divided by number of moles of A plus number of moles of B plus number of moles of C, right?
അതൊരു ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നാണ് കുട്ടികൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു 4 ഫോർമുല തന്നിട്ടുണ്ടാവും. അല്ലാണ്ട് അത് കാൽക്കുലേഷൻ ഒന്നുമല്ല, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ. AB സൊല്യൂഷനിലേക്ക് C ആഡ് ചെയ്താൽ സിയുടെ മോൾ ഫ്രാക്ഷൻ എന്ത് എന്നുള്ള എക്സ്പ്രഷൻ ആണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും ഉത്തരം വരിക? മോൾ ഫ്രാക്ഷൻ ഓഫ് C is equal to NC/N total. എല്ലാവർക്കും വളരെ ലളിതമായിട്ട് അറിയുന്ന ഒരു സംഗതിയാണ് അല്ലെ. അടുത്ത ചോദ്യം, IUPAC name of the given molecule. IUPAC name of the given molecule. ഇവിടുന്ന നമ്പർ ഇടുക, ഇവിടുന്നല്ലേ ഇടണ്ടേ? 1 2 3 4. So it is 3-amino butane nitrile. ശരിയല്ലേ? 3-amino butane nitrile. Right? That is the IUPAC name. ചോയ്സ് നോക്കിയിട്ട് 4 ചോയ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ചൂസ് ചെയ്യാം. അടുത്തത്, which has low freezing point എന്നാണ്. ലോ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഹൈ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആരാണ് ഹൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്നാണ് ചോദ്യം. ഹൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരാണ് കാണിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കൂ, എല്ലാം ഒരേ മാസ് ആണ് കേട്ടോ. മാസ് സെയിം ആണ് തന്നിരിക്കുന്നത്. 180 gram ഗ്ലൂക്കോസ് ഇൻ 1 liter സൊല്യൂഷൻ. സൊല്യൂഷന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, മാസ് സെയിം ആണ്. ഇഫ് ഈസ് സോ റിപ്പോർട്ടഡ്, അങ്ങനെയാണ് എങ്കിൽ ഈ 2 പേരെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയും. കാരണം ഗ്ലൂക്കോസും സുക്രോസും ദേ ആർ നോൺ ഡിസോസിയേറ്റിംഗ് ആണ് അല്ലെ, നോൺ ഡിസോസിയേറ്റിംഗ് ആണ്. അതേസമയം ബെൻസോയിക് ആസിഡ് ആണെങ്കിലും ശരി, അസറ്റിക് ആസിഡ് ആണെങ്കിലും ശരി, ദേ വിൽ ഡിസോസിയേറ്റ് ഈവൻ ദോ പാർഷ്യലി ദേ വിൽ ഡിസോസിയേറ്റ്, ഈവൻ ദോ പാർഷ്യലി ദേ വിൽ ഡിസോസിയേറ്റ്. അപ്പൊ അവിടെ ഐ ഫാക്ടർ വരും. അപ്പൊ ഈ 2 പേർക്ക് എന്താ സംഭവിക്കുക? ഐ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1 വരും. ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പൊ പിന്നെ എന്താ നോക്കേണ്ടത്? പിന്നെ നോക്കേണ്ടത് മാസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് കുറവുള്ള ആളെ നോക്കിയാൽ മതി. ഇയാളുടെ മോളാർ മാസ് എത്ര വരാം? എബവ് 100 വരും അല്ലേ? ഇതിന്റെ മോളാർ മാസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും കൂടുതൽ ഡാറ്റ വരുന്നത്. ഐ മീൻ ഡെൽറ്റ TF കൂടുതൽ വരുന്നത് അല്ലെ. ഡെൽറ്റ TF എങ്ങനെയാ വരിക? ഡെൽറ്റ TF ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M എന്നല്ലേ വരിക അല്ലെ. അപ്പോ ഈ 2 പേർക്കും I ഈക്വൽ ടു 1 ആണ്, അവരെ കട്ട് ചെയ്തു. ഈ 2 പേർക്കും I ഗ്രേറ്റർ ദാൻ 1 ആണ്, അപ്പൊ അവരെ സെലക്ട് ചെയ്തു. പിന്നെ നോക്കുന്നത് മാസ് കോൺസ്റ്റന്റ് ആണ്, മാസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ മോളാർ മാസ് നോക്കിയാൽ മതി. മോളാർ മാസ് കുറവുള്ള ആള് ഡെൽറ്റ TF കൂടും. ശരിയല്ലേ? ഡെൽറ്റ TF കൂടിയാൽ ഫ്രീസിംഗ് പോയിന്റ് ലോ ആയിരിക്കും. അപ്പോ ഇത് വരാനാണ് സാധ്യത, ആസ് ദ വേ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. IUPAC നെയിം ഓഫ് സച്ച് എ മോളിക്യൂൾ. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? 1 2 3 4. 3-methyl bute 1-ine. 3-methyl bute 1-ine. കറക്റ്റ് അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഇനിയിപ്പോ ഇതിൽ പ്രത്യേകിച്ച് ഓർഡർ എഴുതാനൊന്നുമില്ല. ആ തന്ന ഓർഡർ എന്താണോ അത് തന്നെയാണ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. നോക്ക്, ദിസ് ഈസ് ടെർഷ്യറി കാർബോകാറ്റയോൺ which is more stable than secondary carbocation, which is more stable than primary carbocation, which is more stable than methyl carbocation. പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും അവർ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ തന്ന ഓർഡറിൽ തന്നെ സ്റ്റെബിലിറ്റി പറയാം. അതിൽ ഇനി ഒരു ഡിസ്കഷന് പ്രസക്തി ഇല്ല. അപ്പോൾ ഓർഡർ, ഇങ്ങനത്തെ ഒരു ഓർഡർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ ഇയാളല്ലല്ലോ, ഇയാള് ട്രൈഗോണൽ ബൈ പിരമിഡൽ അല്ലേ. പിന്നെ BRF5 സ്ക്വയർ പിരമിഡൽ ആണ് അല്ലേ. BRF5 സ്ക്വയർ പിരമിഡൽ അല്ലേ. 1 2 3 4 5 ഇതല്ലേ BRF5. സിമിലർ സിസ്റ്റംസ് we were discussing in the other sessions also. It is AB5E type and that is square pyramidal and is answer ഓപ്ഷൻ ബി. വാട്ട് അബൌട്ട് PF5? ഇവർ രണ്ടുപേരും ഒരേപോലെയാണ് അല്ലെ. ഇത് അറിയാലോ, സ്ക്വയർ പ്ലാനാർ സിസ്റ്റം ആണ്. NiCN4 times DsP2 ഹൈബ്രിഡൈസേഷൻ സ്ക്വയർ പ്ലാനാർ ആണ്. അപ്പൊ അയാളും അല്ല. ഓപ്ഷൻ ബി വരണം കേട്ടോ. റൈറ്റ്. അടുത്ത ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. സോ ഡൈപോൾ മൊമെന്റ് ഫോർ NF3 ഗ്രേറ്റർ ദാൻ അമോണിയ. ഈ പാർട്ട് ശരിയാണ്, ഈ പാർട്ട് തെറ്റാണ്. therefore സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1-ല്
ആദ്യ ഭാഗം ശരിയാണ്. ഫ്ലൂറിൻ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ശരിയാണ്. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ, സംശയമൊന്നുമില്ല അല്ലെ. പക്ഷേ NF3 ഗ്രേറ്റർ ദാൻ അമോണിയ എന്ന് പറഞ്ഞത് തെറ്റാണ്. എങ്ങനെ വരിക? അമോണിയ ഗ്രേറ്റർ ദാൻ NF3 ആണ് വരിക. ആൻഡ് അമോണിയ ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്. ഇതിന്റെ മൊമെന്റ് ഈ ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഹൈഡ്രജൻ ഇതിന്റെ മൊമെന്റ് ഇങ്ങനെ വരും. സോ എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ്. നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈ ഡയറക്ഷനിലായിരിക്കും, അതേ ഡയറക്ഷനിലാണ് വരിക. വൈൽ NF3 എങ്ങനെ വരിക മക്കളെ? NF3 3 ഫ്ലൂറിൻ ഇങ്ങനെ അല്ലെ, ലോൺ പെയറിന്റെ ഇങ്ങനെ വരും. ഈ 3 പേര് ഇങ്ങനെയാണ് വരിക അല്ലെ. ശരിയല്ലേ? ശരിയല്ലേ? നമുക്ക് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഈ ഡയറക്ഷനിലേക്ക് വരും. സോ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻസലേഷൻ നടക്കും. ഒരാൾ മുകളിലേക്കും 3 പേര് താഴത്തേക്കും. അപ്പൊ ഇവിടെ ഒരു ചെറിയ ക്യാൻസലേഷൻ നടക്കും. ഇവിടെ എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. ഹോപ്പ് യു റിമെമ്പർ സംവാട്ട് 5ന്റെ അടുത്തോ മറ്റോ ആണ് ഇതിന്റെ വാല്യൂ വരിക. 5 into 10 4.9 സംതിങ് 10⁻30 കൂളോം മീറ്റർ എന്ന് വരികയാണെങ്കിൽ ഇത് 1ന്റെ താഴെ വരിക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ടൈംസ് ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കുക. NCERT വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ ഭാഗം ശരിയാണ്, ഈ ഭാഗം തെറ്റാണ്. വാട്ട് അബൌട്ട് സ്റ്റേറ്റ്മെന്റ് 2? ലോൺ പെയർ ഡൈപോൾ ഇൻ അമോണിയ നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. ലോൺ പെയർ അമോണിയ നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. അത് തെറ്റല്ലേ? ഇതും തെറ്റാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാണ്. അമോണിയയിലെ ലോൺ പെയറിന്റെ ഡയറക്ഷൻ റിസൾട്ടന്റിന് ഈക്വൽ അല്ല പറയുന്നത്. പിന്നെയോ വൈൽ ലോൺ പെയർ ഇൻ NF3, ലോൺ പെയർ ഇൻ NF3 ഉണ്ടാവണം അല്ലെ. ലോൺ പെയർ ഇൻ NF3 ഉണ്ടാവുമായിരിക്കും. ഇത് സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ റിസൾട്ടന്റ്. അല്ല, NF3 ലോൺ പെയറിന്റെ ഡയറക്ഷനും റിസൾട്ടന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. അമോണിയയിലെ ലോൺ പെയറിന്റെ ഡയറക്ഷനും റിസൾട്ടന്റ് ഡയറക്ഷനും സെയിം ആണ്. എന്തായാലും ഇങ്ങനെയാണ് എങ്കിൽ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മനസ്സിലായില്ലേ? റൈറ്റ്. എന്തായാലും ഇതിലൊക്കെ നമുക്ക് ചിലപ്പോൾ കറക്ഷൻസ് വേണ്ടി വരുമല്ലോ അല്ലെ. കാരണം ഇപ്പൊ നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ് ഈ ഡിസ്കഷൻ. അപ്പോൾ ഒറിജിനലി ആ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതെല്ലാം ഒന്നുകൂടെ വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഓക്സിഡൈസിങ് പവർ ആണ്. ഓക്സിഡൈസിങ് പവർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കിലുള്ളതാണ്. കാരണം ബ്രോമേറ്റും പെർ ബ്രോമേറ്റും പെർ ക്ലോറേറ്റും അതിന്റെ ആസിഡുകളും അതിന്റെ സ്റ്റെബിലിറ്റിയും അസിഡിക് ഓർഡറും ഓക്സിഡൈസിങ് പവറും സ്റ്റെബിലിറ്റി ഓർഡറും ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് P ബ്ലോക്കിൽ. പക്ഷെ അവര് ആ ടോപ്പിക് എടുത്ത് കളഞ്ഞു. റൈറ്റ്. അതുകൊണ്ട് ആ ടോപ്പിക്ക് നമ്മുടെ ഇതിൽ ബാധകമല്ല. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് E0 വാല്യൂ തന്നിട്ടുണ്ടെങ്കിലോ, ഇതിന്റെ E0 വാല്യൂ തന്നിട്ടാണ് ചോദ്യമെങ്കിലോ അപ്പൊ പിന്നെ ഡയറക്റ്റ് ആയി. E0 വാല്യൂ തന്നിട്ടാണ് ചോദ്യമെങ്കിൽ ഡയറക്റ്റ് ആയി. അല്ലെങ്കിൽ അത് പഠിച്ച ഒരു കുട്ടിക്ക് അത് ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ E0 വാല്യൂ തന്നിട്ടാണ് എങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ വരുന്ന ഏകദേശം 1.7 വോൾട്ടിനടുത്ത് വരും. ഇതിന്റെ വാല്യൂ ഏകദേശം ഒരു 1.6ന്റെ അടുത്താണ് വരിക. ഇതൊരു 1.12 സംതിങ് ആ റേഞ്ചിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ തന്ന ഓർഡർ തന്നെ ഇതാണ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ്. ഈ ഓർഡറിൽ തന്നെയാവും ഉണ്ടാവുക. അത് ആ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പറയാം. വാല്യൂ തന്നിട്ടില്ല എങ്കിൽ ആ ടോപ്പിക്ക് ഡിലീറ്റഡ് ഏരിയയിൽ ആയതുകൊണ്ട് അതിപ്പോ ക്വസ്റ്റ്യൻ നമുക്ക് വരട്ടെ. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് ദ വാല്യൂസ് ആർ ഗിവൺ ദാറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതർവൈസ് ഇറ്റ്സ് എ ഫാക്ച്വൽ പോയിന്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ച്വൽ പോയിന്റ്. കാരണം പെർ ബ്രോമേറ്റിന്റെ ഒക്കെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, അതിന്റെ പെർ ബ്രോമിക് ആസിഡ്, പെർ ഹാലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത്, അതിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓർഡർ, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അത് റിമൂവ് ചെയ്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ. ഓക്കെ. അപ്പോ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈസി ആയിട്ട് ഓർഡർ പറയാൻ സാധിക്കും. കാരണം ഗ്രേറ്റർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സ്ട്രോങ്ങർ ദ ഓക്സിഡൈസിങ് ഏജന്റ്. കറക്റ്റ് അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മീഥൈൽ സൈക്ലോഹെക്സീൻ നോർമൽ ഹൈഡ്രേഷനും ഹൈഡ്രോബൊറേഷനും. മീഥൈൽ സൈക്ലോഹെക്സീൻ നോർമൽ ഹൈഡ്രേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? നോർമൽ ഹൈഡ്രേഷൻ നടത്തിയാൽ ഇറ്റ് വിൽ ബി മാർക്കോണിക് ഓഫ് അഡിഷൻ അല്ലെ. ഇറ്റ് വിൽ ബി മാർക്കോണിക് ഓഫ് അഡിഷൻ. അപ്പൊ എങ്ങനെയാണോ നടക്കുക? HOH നെഗറ്റീവ് പാർട്ട് ഇവിടെ വരും, ഹൈഡ്രജൻ ഇവിടെ വരും. ആൻഡ് പ്രോഡക്റ്റ് A വിൽ ബി എങ്ങനെ മക്കളെ വരിക?
മാർക്കോണിക് ഓഫ് പ്രോഡക്റ്റ് ഇവിടെ OH വരും അല്ലേ? ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് A അക്കോർഡിംഗ് ടു മാർക്കോണിക് ഓഫ് അഡിഷൻ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. കറക്റ്റ് അല്ലേ? ഇനി അതേ സമയത്ത് ഹൈഡ്രോബൊറേഷൻ ആണെങ്കിലോ, ഹൈഡ്രോബൊറേഷനിലാണെങ്കിൽ കോവാലന്റ് മെക്കാനിസം ആണ്. ദ ഫൈനൽ പ്രോഡക്റ്റ് സീംസ് ടു ബി ഇൻ സച്ച് എ വേ ലൈക്ക് ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ ഹാപ്പൻഡ്. ഒരിക്കലും തെറ്റായിട്ട് കമന്റ് ചെയ്യരുത്. ആന്റി മാർക്കോണിക് ഓഫ് അഡിഷനും ഇതും ബന്ധമൊന്നുമില്ല. പിന്നെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടാവും? ആന്റി മാർക്കോണിക് ഓഫ് അഡിഷനിൽ വരുന്ന പോലത്തെ പ്രോഡക്റ്റ് ആണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ OH ഇവിടെ വന്നതിന് പകരം OH ഇവിടെ വരും. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്ടൈൻഡ്? ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. OH ഇവിടെ വരും. അപ്പൊ A അതായിരിക്കും, B അതായിരിക്കും. AB കോമ്പിനേഷൻ നിങ്ങളുടെ മുന്നിൽ ചോയ്സ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം അല്ലെ? റൈറ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്, ദിസ് ഈസ് ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് അല്ലെ, റീസെന്റ് ആയിട്ട് ക്ലാസ്സുകളിൽ തന്ന ഒരു 10-20 മോളിക്യൂൾ എഴുതിയിട്ട് വിച്ച് വിൽ ഗിവ് കാനിസാറോ റിയാക്ഷൻ. ഈ അടുത്ത ഏതാനും ക്ലാസ്സുകൾക്ക് മുൻപ് ചർച്ച ചെയ്ത ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഒരു 20-25ഓളം മോളിക്യൂൾസ് ഇങ്ങനെ എഴുതി, ഓർമ്മയുണ്ടോ? എഴുതി കഴിഞ്ഞിട്ട് ചോദിക്കുകയുണ്ടായി ഇതിൽ എത്ര പേര് കാനിസാറോ റിയാക്ഷൻ തരും. ആക്ച്വലി അത് എന്താ പറയുക, ഐസോബ്യൂട്ടൈർ ആൽഡിഹൈഡിന്റെ സ്പെഷ്യൽ കേസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ ക്വസ്റ്റ്യൻ തന്നത്. ഒരൊറ്റ ആളെ ഉദ്ദേശിച്ചിട്ടാണ് ആ 20 മോളിക്യൂൾസ് എഴുതി തന്നത്. പക്ഷേ അതില് ഇയാളുണ്ടായിരുന്നു, സെയിം ഡിക്റ്റോ ആള് അതിലുണ്ടായിരുന്നു. വിച്ച് വിൽ ഗിവ് കാനിസാറോ റിയാക്ഷൻ and this in fact is giving Cannizzaro reaction and the product obtained will be disproportionation reaction. What is disproportionation product? ഇവിടെ CHO എന്നുള്ളത് CH2OH ആയിട്ട് മാറും. പിന്നെ മറ്റേ പ്രോഡക്റ്റിൽ എന്ത് കിട്ടും? മറ്റേ പ്രോഡക്റ്റില് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക, COONA. ക്ലോറിൻ കാര്യമൊന്നുമില്ല കേട്ടോ, ക്ലോറിൻ ഒരു സ്പെക്ടേറ്റർ, വേറെ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ആ 25ഓളം 10-25 മോളിക്യൂൾ തന്നിട്ട് എത്ര പേരാണ് കാനിസാറോ റിയാക്ഷൻ തരിക, തരാതിരിക്കുക? ആക്ച്വലി അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ദ സ്പെഷ്യൽ കേസ് ഓഫ് ഐസോബ്യൂട്ടൈർ ആൽഡിഹൈഡ്. പക്ഷെ അതിൽ നിർത്താതെ ഒരു 10-15 എണ്ണം എഴുതിയിട്ടാണ് ആ ചോദ്യം അവതരിപ്പിച്ചത്. ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു, തൊട്ടടുത്ത ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. റൈറ്റ്, അതാണ് നമുക്കിവിടെ മുന്നിൽ ഈ ഒരു എക്സാമ്പിൾ അതിലുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഈസ് കാനിസാറോ റിയാക്ഷൻ. ഇത് one molecule will be reduced and one molecule will be oxidized. You will get alcohol group and sodium salt of benzoic acid. അങ്ങനെ കിട്ടും. അടുത്തത് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഫ്രം 5th excited state to n equal to 1. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഫ്രം 5th excited state. 5th excited state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 6 അല്ലേ മക്കളെ? അല്ലെ? അപ്പോ 6ൽ നിന്ന് 1ലേക്ക് എങ്ങനെ ചെയ്യാം? n into n minus 1/2, 6 into 6 minus 1/2, 6 30 15 സ്പെക്ട്രൽ ലൈൻസ് കിട്ടും അല്ലെ? അപ്പൊ ഈ 5th excited സ്റ്റേറ്റിന് പകരം n equal to 5 എന്ന് തന്നാലോ ആൻസർ മാറി. മനസ്സിലായില്ലേ? n equal to 5 എന്ന് തന്നു കഴിഞ്ഞാൽ ആൻസർ മാറി. ഇനി അതേപോലെ തന്നെ n equal to 1 എന്നുള്ളതിന് പകരം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണെങ്കിൽ n equal to 2 ആയി. അപ്പൊ 6 to 2 ആയി. അപ്പൊ കാൽക്കുലേഷൻ മാറി. അപ്പൊ അത് നോക്കി ചെയ്യാവുന്നതാണ്. അത് ഒട്ടനവധി എക്സാമ്പിൾസ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ്, അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇതേ സീക്വൻസിലുള്ള അടുത്ത ചോദ്യം പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കാം. ബെൻസീൻ നൈട്രേഷൻ നടത്തി, ബെൻസീൻ നൈട്രേഷൻ നടത്തിയാൽ നൈട്രോ ബെൻസീൻ കിട്ടണമല്ലോ. വി ഗെറ്റ് നൈട്രോ ബെൻസീൻ. ഓക്കെ, അതിനെന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു. റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അനിലീൻ ആയിട്ട് മാറും. ശരിയല്ലേ മക്കളെ? NO2 ഗ്രൂപ്പ് അനിലീൻ ആയിട്ട് മാറും. ഇത് ചെയ്തപ്പോ പിന്നെന്ത് ചെയ്തു? ഡയാസോട്ടൈസേഷൻ ചെയ്തു. അപ്പൊ എന്താ കിട്ടാം? ഡൈസോണിയം സോൾട്ട് കിട്ടും. വി ഗെറ്റ് ഡൈസോണിയം സോൾട്ട് ഇങ്ങനെ കിട്ടും അല്ലെ? And that is treated with phenol. Finally with phenol. എന്താ പ്രോഡക്റ്റ് കിട്ടാം? ഡൈസോണിയം സോൾട്ട് വിത്ത് phenol. You get പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഒരു ഓറഞ്ച് കളർ ഡൈ കിട്ടും അല്ലെ? NCERT-യിലെ അമീൻസ് എന്ന ചാപ്റ്റർ അവസാനിക്കുന്ന ഭാഗത്ത് കപ്ലിംഗ് റിയാക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന പാരാഹൈഡ്രോക്സി അസോബെൻസീനും പാരാ അമിനോ അസോബെൻസീനും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. So that is the final product B. B is final product this one.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്റ്റിക്കലി ആക്റ്റീവ്. ഈ ചോദ്യം ഇത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അറിയില്ല. എനിക്ക് തോന്നുന്നു ഐഡന്റിക്കൽ ആയിട്ട് രണ്ട് മോളിക്യൂൾസ് സിസും ട്രാൻസും തരേണ്ട ആവശ്യമുണ്ടോ, അതോ ഇവിടെ രണ്ടിലും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടോ അറിയില്ല. ഐഡന്റിക്കൽ ആയിട്ട് തന്നതുകൊണ്ട് ഒരു സംശയം തോന്നുന്നു എന്ന് മാത്രം. എന്തായാലും തന്നത് വെച്ച് ആൻസർ പറയാണ്. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് സിസും ട്രാൻസും. ഇതിന്റെ സിസും ട്രാൻസും എടുത്താൽ മക്കളെ അറിയാലോ, ട്രാൻസിന് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, സിസിനുണ്ട്. പഠിച്ചിട്ടുണ്ട് കേട്ടോ. ട്രാൻസിനില്ല, സിസിനുണ്ട്. So it will be chlorine. This is En and this is En. This is optically active. ട്രാൻസിന് ഇല്ലല്ലോ, ഓർമ്മയില്ലേ? ട്രാൻസിന് there is a symmetry. ഇങ്ങനെയല്ലേ ട്രാൻസ് വരിക, ട്രാൻസ് ഇങ്ങനെയല്ലേ വരിക, there is a symmetry. അതിപ്പോ ഇതെന്തിനാ സെപ്പറേറ്റ് ചോദിക്കേണ്ട ആവശ്യം? I think there is some change in the way the question is presented. ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഐഡന്റിക്കൽ ആയിട്ട് ഇങ്ങനെ രണ്ട് മോളിക്യൂൾ തരേണ്ട കാര്യമില്ല. ചെറിയ വ്യത്യാസങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും തന്നിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്താണ് നമുക്ക് ഇങ്ങനെ തന്നത് വെച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ മോളിക്യൂളും ഐഡന്റിക്കൽ ആണ്. രണ്ടുപേരുടെയും ആൻസർ സെയിം ആണ്. രണ്ടുപേർക്കും സിസിനാണ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ഉണ്ടാവുക. ഇനി എത്ര ഓപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ടാകും എന്നാണ് ചോദ്യമെങ്കിൽ ഇവിടെ ഒരു പെയർ ഉണ്ടാവും, ഇവിടെ ഒരു പെയർ ഉണ്ടാവും. രണ്ട് എനാൻഷ്യോമെറിക് പെയർ ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. ഇനി ടോട്ടൽ ഐസോമേഴ്സ് ആണോ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും. 3 6. ചിലപ്പോ അങ്ങനെ ഒരു ഇന്റിജർ ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയില്ല കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് അതിനായിട്ട് വധിക്കാം. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ട്രക്ചർ ഓഫ് MN2CO 10 ടൈംസ് ആണ് ചോദ്യം. എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവാം. ടെട്രാഹീഡ്രലാണോ ഒക്ടാഹീഡ്രലാണോ എന്ന രീതിയിലായിരിക്കാം സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ടാവാം. റൈറ്റ്, മക്കൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. NCERT പറയുന്നുണ്ട് ഇറ്റ് ഈസ് ടു സ്ക്വയർ പിരമിഡൽ കണക്റ്റഡ് എന്ന രീതിയിൽ. 2 സ്ക്വയർ പിരമിഡൽ കണക്റ്റഡ് എന്ന രീതിയിലല്ലേ സ്ട്രക്ചർ വരുന്നത് അല്ലെ? 2 സ്ക്വയർ പിരമിഡൽ കണക്റ്റഡ് എന്ന ഫോമിലാണ് സ്ട്രക്ചർ വരിക. ആൻഡ് ദിസ് ഈസ്, അത് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. 2 സ്ക്വയർ പിരമിഡ് കണക്ട് ചെയ്യുന്ന ഫോമിലായിരിക്കും സ്ട്രക്ചർ ഉണ്ടാവുക. ഇവിടെ നോക്ക്, ഇതൊരു സ്ക്വയർ പിരമിഡ്, ഇതൊരു സ്ക്വയർ പിരമിഡ്. എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്ങനെയാണ് ചോയ്സ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. 2 സ്ക്വയർ പിരമിഡ്, ഒരെണ്ണം ടോപ്പിൽ ഒരെണ്ണം ബോർഡ്, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഫോർമാറ്റിലാണ്. എന്തായാലും 6 ബോണ്ട് ഉണ്ട്. ഒക്ടാഹീഡ്രൽ എന്നൊരു കണ്ടീഷനിലേക്ക് പോവാം, ശരിയല്ലേ? ഒക്ടാഹീഡ്രൽ, മാംഗനീസ് സെന്റർ ഒക്ടാഹീഡ്രൽ ആണ്. പക്ഷെ ചോയ്സ് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കാരണം ടെക്സ്റ്റിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ട് സ്ക്വയർ പിരമിഡിൽ ഇങ്ങനെ കണക്ട് ചെയ്തതുപോലെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഡൈമാംഗനീസ് ഡെക്കാ കാർബണൈറ്റ് അല്ലെ? റൈറ്റ്, അപ്പൊ അത് ആ ചോയ്സിനനുസരിച്ച് ഉത്തരം നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് 3 ഫോർമുല തന്നിട്ടുണ്ട്, 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ C+O2 ഗിവിംഗ് CO2 ഡെൽറ്റ, ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ C+12O2 ഗിവിംഗ് CO ഡെൽറ്റ H1X എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 2Fe plus 3/2O2 Fe2O3 ഡെൽറ്റ H2Y എന്ന് തന്നിട്ടുണ്ട്. C+O2 ഗിവിംഗ് CO2 ഡെൽറ്റ H3Z എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് ഇതിന്റെ ഡെൽറ്റ H എത്ര. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയായിരിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഈ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുക, കാരണം ഇയാളെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണം. ഈ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുക, അപ്പോൾ -y എന്ന് കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? 3CO, ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. ഈ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? 3x -3x എന്ന് വരും, പ്ലസ് -3x എന്ന് വരും. പിന്നെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? 3CO2 എന്ന് വലതുവശത്ത് വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യണ്ട, വെറുതെ 3 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3z എന്ന് വരും. അപ്പോ ഇങ്ങനെ ഒരു ചോയ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കണം. എങ്ങനെ ഒരു ചോയ്സ്? 3z -3x -y, അല്ലെങ്കിൽ 3z -3x -y, അല്ലെങ്കിൽ 3 × z -x -y, അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവോ? ഈ കോമ്പിനേഷൻ ആയിരിക്കണം ആൻസറിൽ നിങ്ങൾ
ട്രേസ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്തു? ഈ ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു, വേറൊന്നും ചെയ്യണ്ട. Fe2O3 കിട്ടി. പിന്നെ ഈ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യണ്ട, ഇൻറ്റു 3 ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ക്യാൻസൽ ആയിട്ട് പോകും. നമ്മൾ തെർമോകെമിക്കൽ കാൽക്കുലേഷന്റെ സാധാരണ ലോജിക്കൽ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. റൈറ്റ്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ഗിവൺ അമോണിയ ഫോസ്ഫീൻ ഹൈഡ്രൈഡ് ഓഫ് നൈട്രോജൻ ഫാമിലി തന്നിട്ടുണ്ട്. റിഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ്. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും, എനിക്കറിയില്ല അല്ലെ. റിഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ്. റിഡ്യൂസിങ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ബേസിക് സ്ട്രെങ്ത് ആയിക്കോട്ടെ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, KB വാല്യൂ, PKB വാല്യൂ, ബോയിലിംഗ് പോയിന്റ്, ഇതിന്റെ കാര്യങ്ങൾ ഓർഡർ എല്ലാം വിശദമായിട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ശരിയല്ലേ? അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ബേസിക് സ്ട്രെങ്ത് ആണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. റിഡ്യൂസിംഗ് പ്രോപ്പർട്ടി എല്ലാ ഹൈഡ്രേറ്റ്സിനും ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓർമ്മയില്ലേ? റിഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഓഫ് ഹൈഡ്രൈഡ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ബേസിക് പ്രോപ്പർട്ടി ഓഫ് അമോണിയ നൈട്രജൻ ഫാമിലി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അസിഡിക് പ്രോപ്പർട്ടി ഓഫ് അതേഴ്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. പിന്നെ ബോണ്ട് ലെങ്ത്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ, എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ വാല്യൂയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ആ ടേബിൾ 7.2 NCERT ടേബിൾ 7.2 7.7 7.9. ഐ റിപ്പീറ്റ്, NCERT ടേബിൾ ഓൾഡ് ബുക്ക് ഞാൻ പറയുന്നത്, പുതിയ ബുക്കിൽ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്പർ മാറും. ഓൾഡ് ബുക്കിൽ 7.2 7.7 7.9 ആ ടേബിൾ നമ്മൾ തലങ്ങും വിലങ്ങും ഇട്ട് അനലൈസ് ചെയ്തിട്ടുള്ളതാ. അതിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോ റിഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇയാള് മാക്സിമം, ഇയാള് മിനിമം. റെഗുലർ ഓർഡർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഫീനോൾ എക്സ് സാലിസിൽ ആൽഡിഹൈഡ്. അമ്മോ, എക്സ് എന്താണെന്നാണ് ചോദ്യം. ഫീനോൾ എക്സ് സാലിസിൽ ആൽഡിഹൈഡ് ഏതാ റിയാക്ഷൻ? റീമർ ടീമാൻ റിയാക്ഷൻ അല്ലെ. ഫീനോൾ കൺവേർട്ടഡ് ടു സാലിസിൽ ആൽഡിഹൈഡ്. ഇറ്റ് ഈസ് റീമർ ടീമാൻ റിയാക്ഷൻ. എക്സ് ആര് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് CHCl3 വിത്ത് ആൽക്കലി അല്ലെ. CHCl3 വിത്ത് ആൽക്കലി. CHCl3 വിത്ത് NaOH. എന്താ റിയാക്ഷൻ നടക്കുന്നത്? ആദ്യം കാർബീൻ കിട്ടും, ക്ലോറോഫോമിന്റെ ഹൈഡ്രജനെയും കൊണ്ട് സ്ഥലം വിടും, കാർബീൻ കിട്ടും. ആ കാർബീൻ ബെൻസീൻ റിംഗിലേക്ക് അറ്റാക്ക് ചെയ്യും, ഇലക്ട്രോഫിലിക് അറ്റാക്ക്. അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ CHCl2 ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആയിട്ട് മാറും. റീമർ ടീമാൻ റിയാക്ഷൻ. ഫൈൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ ചർച്ചയ്ക്ക്. റൈറ്റ്. കൂടുതൽ നമുക്ക് അതിൽ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും ഈ ചാപ്റ്റേഴ്സ്, ഈ പോർഷൻസ് എല്ലാം വീണ്ടും നമ്മൾ വിശദമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ, സീ യു.
Yes, good evening, students. We have few questions from physics part. Okay, the first question is, a charge q is rotating around an infinite long wire, charge density lambda, and at a distance r, then what will be the time period of revolution? First point, the electric field due to an infinite line of charge will be lambda by 2 pi epsilon 0 into r. R is the distance, at the distance. Okay. Force acting on the charged particle will be E into Q. That will be is equal to lambda by 2 pi epsilon 0 r into Q. And minus sign indicates that this is towards the center. Therefore, this provides centripetal force. Centripetal force can be given as m omega squared r is equal to lambda q divided by 2 pi epsilon 0 r. Therefore, omega squared is coming to be lambda q divided by m into 2 pi epsilon 0 into r square. Omega will be root of lambda q divided by 2 pi m epsilon 0 r squared. Time period is 2 pi by omega. From this you can calculate the time period. Okay. Yes. Next question. Lagging വരല്ലോ. Yes, it's a usual question. Magnetic field at the center of a square coil. So first we calculate the field due to a one side of the coil. We have to use the formula magnetic field due to one side we call mu 0 I divided by 4 pi r into sin phi 1 plus sin phi 2. This is the magnetic field due to a finite length wire. And here phi 1 is equal to phi 2 is equal to 45 degrees marked in the diagram. And r is the distance from the conductor to the center. That is 1 by 2. Okay. Then magnetic field due to a single conductor will be mu 0 by 4 pi into I is 5 ampere. R will be 1 by 2. Then 1 by root 2 plus 1 by root 2. So mu 0 by 4 pi is coming to be 10 to the power of minus 7. This 2 will come up, this will be 10. This will be coming to be root 2. Okay. So mu 0 by 4 pi. Mu 0 is 4 pi into 10 to the power of minus 7. So it becomes 10 to the power of minus 7. Current is 5 ampere. Distance is r. 2 goes up. Now this is due to one conductor. There are 4 such conductors. Therefore, total field at the center will be 4 into B1. That comes to be 40 root 2 into 10 to the power of minus 7. Here, the missing here will be 40. Because 40 root 2 10 to the power of minus 1. Okay. So, we go to the next question. Market. Next one, a simple question from basic formula. First one, integral B dot dA is equal to 0. The Gauss's theorem in magnetostatics, A matching with Q. A matching with Q. Second theory, Gauss's theorem in electrostatics. So that is B matching with 4. Integral B dot dl is equal to mu 0 I enclosed. This is Ampere's circuit law, and here this is a formula.
C matching with, no, sorry, C matching with this R, C matching with R. Then integral E dot dl is equal to d phi by, this is Faraday's flux rule or Faraday's and Lenz's law together we can say. So A matching with Q, B matching with S, C matching with R, and D matching with what? P. So very basic formula they have given. Next one, Earth's, this is a planet whose radius is 1/3 of the Earth, mass is 1/6 of the Earth. If escape velocity from Earth is 11.2 km per second, we have to calculate the escape velocity from the planet. So for escape velocity formula, root of twice gm by r. This is Earth. For planet, root of g, masses become m by 6, r has become r by 3. This is coming to be root of twice gm by r into 1 by root 2. This is escape velocity from Earth, and that is given to be 11.2 kilometers. And 11.2 kilometers by root 2. 11.2 kilometers is also 8 root 2. So 8 root 2 by root 2, that comes to be 8 kilometer per second. Correct? Next question. 1000 droplets of surface energy E1 are merged to form a big drop of surface energy E2. So everybody knows that n droplets combine together to form a single drop, the effective area decreases, surface energy decreases. And one more thing, everybody knows that n droplets combine together, the radius of the big drop will be n to the power of 1 by 3 into small. Radius will increase n to the power of 1 by 3 times. Now, what will be the surface energy of 1000 droplets? One has 4 pi small r squared into 1000. This is surface energy of what? Yes, into surface tension. Okay, 1000 into 4 pi r squared into t is the surface energy of one droplet. We have 1000 droplets. Now, surface energy of the combined drop, only one drop, 4 pi, radius is coming to be n to the power of 1 by 3. N is given to be 1000. 1000 to the power of 1 by 3 means 10. 10 into small r whole r into t. So E2 comes to be 4 pi r squared into t into 100. Now E2 by E1 will be 100 into 4 pi r squared into t divided by 1000 into 4 pi r squared into t. That comes to be 1 by 10. Okay. Next question. 2 moles of a monatomic gas is mixed with 3 moles of a diatomic gas. Gamma is equal to 5 by 7. Then find the gamma for the mixture. So this is a few points regarding the gases. Number 1, internal energies F by 2 RT. 1. Number 2, CV is equal to F by 2 R. CP is equal to F plus 2 by 2 into R. And gamma is equal to F plus 2 by 2 into F. And the fifth one, the degrees of freedom of the mixture is equal to F1 mu 1 plus F2 mu 2 divided by mu 1 plus mu 2. That means in all of these 5 cases given, if you know the degrees of freedom, we are able to calculate the what? Anything. We can calculate internal energy, we can calculate CV, we can calculate CP, we can calculate the gamma. So we want to calculate the gamma. So for that, first you calculate
number of degrees of freedom for the mixture F is equal to F1 monatomic gas, degrees of freedom 3, number of moles 2 plus F2 diatomic gas 5, number of moles is 3 divided by 2 plus 3. F is coming to be 6 plus 15 divided by 5. That is 21 by 5. Now, F will be, gamma will be, gamma of the mixture will be 1 plus 2 by F. Because we have taken F, 1 plus F is 21 by 5. So, 5 will go up, 2 into 5 by 21. That is 1 plus 10 by 21. Nearly 1.5, slightly less than 1.5. Next question, magnetic moment of electron. We know magnetic moment is, we have the formula half EVR. You know, for an electron orbiting, V is proportional to 1 by N. Isn't it? R is proportional to N square. Therefore, M will be proportional to 1 by N into N square. Therefore, M is proportional to N. Point number 1. Magnetic moment is proportional to N. But we have to find the relationship between magnetic moment and radius, not orbit number. You know, radius in hydrogen orbit is proportional to N square, or root R proportional to N. So this I write equation 1, this I write equation 2. We can find that M by root R is a constant. Therefore, M proportional to root R, M proportional to R to the power of M proportional R to the power of 1 by 2. Correct? Next question, heat developed. We are having a source. First case, we are connecting a resistance R across the source. The heat developed or power, both are same. Power or heat developed is proportional to V squared R. In the first case, P1 I can say. Second case, we have done, the resistance wire is cut into 2 parts. The resistance of each wire will become R by 2, and then they are again connected by parallel. So diagram is given, the 2 resistance wires, each of R by 2, they are connected in parallel. So here, second case, R effective will be R by 4. Now, power in second case will be V squared by R effective, because in both the cases, we are using same source of EMF and resistance are connected across it. Power is given by V squared by R. Second case, V squared by R effective. V squared by R effective will be how much? R by 4. 4 goes to the numerator. Therefore, P2 will be 4 times P. The power liberated becomes 4 times. Therefore, the heat liberated also becomes 4 times. Okay. Number of spectral lines, whether it is hydrogen or helium, the difference happening in the energy of the what levels, but level arrangement is same. First orbit, second orbit, third orbit, like that. So whatever formula we are using for number of spectral lines, that will be applicable both for hydrogen and hydrogenic atoms. There is no difference there. And everybody knows that number of spectral lines from hydrogen atom or hydrogenic atom, n into -1 divided by 2. N is 5, n minus 1 is 4 by 2. 10 spectral lines will be emitted. Okay.
Come on. So either it is hydrogen or hydrogenic, both the cases, case is same. Now we have two semiconductors connected as in the figure. Point number 1, they are connected in such a manner that forward biasing. This is forward biasing, point number 1. So in forward biasing, there will be a current flow in the circuit. There will be a current flow in the circuit. Number 2, we have written that 0.3 volt is the cutoff voltage across germanium and 0.7 across silicon. So we cannot consider them as an ideal. We cannot consider them as ideal. You know, if they are ideal, for an ideal diode, the potential difference across each diode to be taken as 0. But it's mentioned that one is 0.3, other is 0.7, means we have to consider it. As a result, out of 15 volt, how many potential will be dropped across the diodes? 15 minus 0.3 plus 0.7. So PD across the combination of resistance, PD across a combination of resistors will be 15 minus 0.3 plus 0.7, that comes to be 14. Then resistance 1.4, 1.5 plus 2.5, effective resistance to be taken as how much? 4 kilo ohms. Therefore, circuit current will be 14 by 4 kilo ohms, of course, in kilo ohms, let it be there. Therefore, potential drop across 2.5 kilo ohms will be 14 divided by 4 into 2.5. That comes to be 35 by 4. 35 by 4, nearly 8.75, nearly exactly 8.75. Okay. Next question is a very common question, very familiar question. We have seen in our material number of occasions, different variety of questions we have done in different examinations. Tell me, a force of 80 Newton is applied, the blocks are moving on a frictionless surface. Tell me, acceleration of the system, because this is a connected system, all the masses will go together. They will go with same acceleration. So, acceleration of each block will be same. Therefore, acceleration of system is equal to acceleration of 5 kilogram, acceleration of 3 kilogram, acceleration of 2 kilogram is equal to pulling force by total mass. That is coming to be 80 by 10. That comes to be 8 meter per second square. Now, if this tension is I call T1, if this tension is T2, tell me what was the duty of the pulling force, this 80 Newton, to accelerate all the mass behind that. How many masses behind it? 5 plus 3 plus 2, that is 10. That is why we call acceleration as 80 by 10. Duty of T2 is to accelerate mass behind it. The mass behind T2 is 5 kilogram. So T2's duty is to accelerate it, but we know each and every mass will have same acceleration. Therefore, 5 kilogram will also have how many acceleration? 8 meter per second squared. Therefore, T2 will be 5 into 8, that is 40 Newton. According to the data we have gathered, this is coming to be 40 Newton. What is the duty of T1? T1 to accelerate the mass behind that. How many mass behind the T1? 5 plus 3, that is equal to 8. Therefore, this is coming to be 5 plus 3. Its acceleration is also 8. That is coming to be 8 into 8, 64 Newton.
So pulling force is 80 Newton, T2 is 40 Newton, T1 is 64. Okay. Next, here 4 volts is connected across two resistances, 100 ohms and 200 ohms. And tell me, the voltmeter is an ideal voltmeter. Ideal voltmeter. The potential drop across 100 ohms should be 4 into, it will be divided in the ratio of the resistances. So, ratio of resistance will be 100 is to 200, 1 is to 2. If voltmeter is ideal voltmeter, potential drop across 100 ohm resistance should be 4 into 1 by 3, that is 1.33 volt. But it is given to be 1 volt only, less. Why it shows less? Once again I am repeating, I told if the voltmeter was ideal means the resistance is to be taken as infinity. The given potential drop will be divided in the ratio of what? The resistance. So total 4 volt will be divided in the ratio 1 is to 2. Means across 100 ohms it should be 4 into 1/3, and across 2 it will be 4 into 2/3. But it is not so. Why? There is a resistance for what? This. Let combinations resistance. Let combination means 100 ohms and voltmeter together. Combinations resistance is R. Okay? Combination resistance is R. Then potential difference across it is now divided in what ratio? 1 is to 3 ratio. 1 is to 3 ratio. Therefore, 1 will be 4 into, how much? 4 into 1 divided by, that means potential drop across resistance will be that 1 with 4 into, how much? R by 200 plus R. Correct? R by 200 plus R. Therefore, because it is given to be 1 volt, and 1 volt will be 4 into resistance across a combination and plus 200 plus R. So this is coming to be how many? 200 plus R is equal to 4R. That means 3R is coming to be 200. Gives you R is equal to 200. Okay. So once again I repeat. Listen. If it were an ideal voltmeter, we calculated the potential drop across the 100 ohms should have been 4 into 1/3. That is 4 by 3. That means 1.33 volt. But it is given, it is what? 1 volt only. So voltmeter is not ideal. Voltmeter has some resistance. First I took voltmeter and 100 ohms together, that parallel combination together I took R. And this is what? 200. So this 200 and this R are in series. So potential drop will be in the ratio of the resistance once again. So, but that is given to be 1 volt. So 1 volt is 4 into R by 200 plus R. And when you work it out, R comes to be 200. Now it's easy. 200 by 3 is equal to resistance across voltmeter, I say VR. VR into 100 divided by VR plus 100. Because this is a parallel combination, I call voltmeter resistance as VR. This is 100. So R1, R2 divided by R1 plus R2 cross multiplying 200 VR. So we can cancel this. Zeros you can cancel. So calculation part will be easy. It will be 2VR plus 200 is equal to 3VR. So VR comes to be 200 ohms.
Okay, that means voltmeter resistance is coming comparable with what the resistance across which you are connecting. It should not be, it should be an infinite resistance. So this is coming to be that. Next one is a very good question. I think for the last for examination, this question is given to be one of the good questions. Here it is told that they are projected at angles 60 degree, and it was question, we didn't write it completely, 45 degree with vertical, and it is projected from some height h. Therefore, angle it makes with horizontal will be, first case 90 minus 60, that is 30 degree. Second case same, 90 minus 45, this is 45 degree. That we have written here. But question paper it was given with vertical. From vertical we have changed it into horizontal. We got it. Now tell me, it is given from the diagram, it is very clear that both of them have same horizontal range. Horizontal range of first one is equal to second. Second condition given, is given not mentioned in the question paper. First condition given, both have same horizontal distance. Second condition given, they got same time of flight. Time of flight of first one is equal to time of flight of second. Now, what is the formula for the horizontal range? H1 is equal to V1 cos theta 1 into TF. H2 is equal to V2 cos theta 2 into TF2. V1 cos theta 1 is the horizontal velocity responsible for taking the body horizontally forward. So, horizontal range, we can also take it like that. How much? Horizontal component of velocity, V1 cos theta 1 into time of flight, and time of flight is same. Horizontal range is same. We will be getting V1 cos theta 1 is given to be how much? 630. V1 cos 30 is equal to V2 cos 45. We want ratio of the velocities, V1 by V2 will be cos 45 divided by cos 30. 1 by root 2 divided by 1 by 2. 2 goes up, 2 divided by root 2, that is root 2 is 2. This is a somewhat good question among the few questions I have seen from the last 4 examinations. Okay. Horizontal velocity into time of flight is the horizontal range. Horizontal range same, time of flight same. So both will have same horizontal velocity. Okay. Next question. I14. So two discs are rotating with moment of inertia 4 kilogram meter squared and angular velocity 10. Second one 2 kilogram meter squared and 4 radians per second. So first one, when they are put in contact, we can use conservation of angular momentum because they are just, one is just placed over the other, no torque imparted in placing one over the other, no external torque imparted. As a result, their angular momentum should be conserved. Therefore, conservation of angular momentum. Conservation of angular momentum. So, first one, I1 omega 1 plus I2 omega 2. When one disk is placed over the other, still they have same axis of rotation. So, I can take moment of inertia of the combination as I1 plus I2 into omega. So, this is the total angular momentum after placing one over the other. This is initial angular momentum. This makes me to calculate final angular velocity. I1 omega 1, that is 4 into 10, plus I2 omega 2, 2 into 4, divided by I1 plus I2,
that is 4 plus 2. This is coming to be 48 by 6, 8 radians per second. Therefore, what will be the kinetic energy final? Half I omega square. I is the combinations I, that is 6. Combinations omega is 8, that is 8 into 8. That comes to be 3 into 64, 192 joules. This is final. Similarly, we can calculate the initial angular momentum. Initial, KE initial. First one's half into 4 into 10 square plus half into 2 into 4 square. This is coming to be 10 square is 100, 2 into 100, this is 200. Plus this is 16, this is 216 joules. So, final kinetic energy is 192 joules, initial kinetic energy is 216 joules. The loss of kinetic energy in the process will be 216 minus 192. This is 4, this is 24 joules. And you know, in this process, surely when the two discs stick together, this is in one way we can say this in elastic, there is a loss of kinetic energy. Even though what is being conserved, angular momentum is conserved, but what not being conserved, kinetic energy not being conserved. Remember. Next, slope of the stopping potential versus frequency graph. Everybody thorough with that, isn't it? We know according to the photoelectric equation, kinetic energy is equal to h nu minus work function. We want stopping potential. So energy corresponding to stopping potential is called what? Kinetic energy. So instead of that we can write EV0 is equal to h nu by phi 0. Therefore, V0 is equal to h by E into nu minus phi by E. Or if you draw a graph of this, we are marking stopping potential on y-axis, frequency on x-axis, graph will be like this. This is threshold frequency and this is slope. You know, look, we are marking y-axis stopping potential, x-axis we are marking frequency. From the graph comparing with y is equal to mx minus c, the one in place of slope will be h by E. One in place of slope it will be h by E. Remember, instead of stopping potential versus what? Frequency. If you draw a graph between kinetic energy versus frequency, graph shape will be similar to that, but remember slope will be h only, h only. But if you draw a graph between stopping potential and frequency, slope will be h by E. So here it is h by E. One more significance for this. Tell me, we can calculate this slope, that is tan theta is equal to h by E, correct? If you draw the graph with a protractor, you can measure the angle theta, you can measure the tan theta, then what will be the value of Planck's constant? E into tan theta. And this method was done by Milligan. He drawn a graph between stopping potential and frequency. He measured the slope angle. He calculated tan theta. And of course, Milligan was the custodian of what? Electronic charge. He was the person to find out independently the charge of electron. He was the custodian of electronic charge. And he measured tan theta. And he calculated the value of h. And amazingly, it was in very good agreement with the value predicted by the Planck's. Thereby, his concept is correct. Planck's concept is correct. And Planck's concept was used by Einstein to explain photoelectric effect. That means Einstein's concept is correct. And it is mentioned in the NCERT book that Milligan verified Einstein's photoelectric equation through this method. That is the significance of this. Okay, we come to the next question. So,
block is pulled along an inclined surface of inclination 60 degree, coefficient of friction mu1 and distance 10 meter. Work done against friction. Work done against friction. What is that? Frictional force into what? Distance travel. Frictional force, if we want, put a minus sign, minus mu mg cos theta into distance travel. Minus indicating that it's opposing the gravitational pull. Minus, it is 0.1, m is 1 kilogram, g is 10, cos 60 is half, d is 10 meter. This is coming to be 10 into 200, 100 into 0.1, 10 by 2. That comes to be 5 joules. And you can put a minus sign, students. Don't worry whether your options, no minus sign is there. Don't be frustrated. It means that the examiner intends only the magnitude. If minus and plus are there, of course, you should be specific about picking the minus sign. Okay, bye students. So wait for a attractive results. God bless you. ഹലോ മക്കളെ, മാത്സ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ ചോദ്യം നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് 3x² + 2x + a, x less than or equal to 1, bx + 2, x greater than 1. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടതാണ് കണ്ടോ, -2 to 2. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് കാണണം. സൗണ്ട് ഇല്ലേ? ഇഫ് ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് എക്സ് കാണണം. അപ്പോൾ എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ ആദ്യം കണ്ടോ, ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആദ്യം കണ്ടിന്യൂസ് ആവണം. അപ്പോൾ ആദ്യം കണ്ടിന്യൂറ്റി നോക്കാം. ദിസ് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് കണ്ടിന്യൂസ്. നമുക്ക് ആദ്യം കണ്ടിന്യൂസ് നോക്കാം, കണ്ടിന്യൂറ്റി നോക്കാം. കണ്ടിന്യൂറ്റി നോക്കുമ്പം ഇതാ ലെഫ്റ്റ് എന്താവും 5 + a അല്ലേ, എക്സിന് പകരം അപ്പോൾ 5 + a. ലെഫ്റ്റ് ലിമിറ്റ് അതാണ്. റൈറ്റ് ലിമിറ്റ് എന്താ, എക്സിന് പകരം 1 കൊടുത്താൽ b + 2. അപ്പോൾ എന്ത് കിട്ടും? a - b = -3. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്പർ ആയി, ഒരു ഇക്വേഷനായി. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കണ്ടിന്യൂറ്റിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്താൽ കണ്ടിന്യൂസ് ആവും. ഇനി ഡിഫറൻഷ്യബിലിറ്റി നോക്കാം. ഡിഫറൻഷ്യബിലിറ്റി ആകുമ്പോൾ എന്താ വരിക? ലെഫ്റ്റ് ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഇപ്പുറത്തെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. 6x + 2 ആണ്. എക്സ് 1 ആകുമ്പോൾ 6x + 2 ആണ്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഇസ് 6x + 2 at x = 1 should be equal to റൈറ്റ് ഡെറിവേറ്റീവ് b ആണ്. അപ്പോൾ 8. അപ്പോൾ ബിയുടെ വാല്യൂ 8 ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ 8 ഇവിടെ കൊടുക്കുമ്പം a - 8 ആണ് -3. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 8 അങ്ങോട്ട് കൊണ്ടുപോകാം 5. അപ്പോൾ യു ഗോട്ട് എ വാല്യൂ ഓഫ് 8, a as 5 and b as 8. അപ്പോൾ a പറയുന്നത് 8 ആണ്, a പറയുന്നത് 5 ആണ്, b പറയുന്നത് 8 ആണ്. സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. b പറയുന്നത് 8 ആണ്. അപ്പോൾ വാല്യൂ കിട്ടി, ഫംഗ്ഷൻ കിട്ടി.
അപ്പം ഇവിടെ 1-ലാണ് സ്പ്ലിറ്റ്. അപ്പം എന്ത് ചെയ്യണം? ഇൻറ്റഗ്രൽ ഓഫ് -2 to 1 പ്ലസ് 1 to 2 എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ 1-ന്റെ ഇപ്പുറത്ത് ഏതാ ഫംഗ്ഷൻ? 3x² പ്ലസ് 2x പ്ലസ് 3dx ആണ്. 1 to 2 ആകുമ്പോൾ ഇതെടുക്കാം, 8x പ്ലസ് 2dx. അത് സാധാരണ ഇൻറ്റഗ്രലാണ്, അത് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അത് സിമ്പിളാണ്. എത്ര വരിക? 3x² x³ 3 വരും. അപ്പോൾ x³ വരും പ്ലസ് 2x² 2 ആകുമ്പോൾ x² വരും പ്ലസ് 3x വരും അല്ലേ? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 - 2. പിന്നെ ഇവിടെ വരും 8x² 2 വരുമ്പോൾ 4x² വരും, പിന്നെ 2x വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 2. അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എത്ര? 1 കൊടുക്കുമ്പോൾ 1 + 1 + 3 അപ്പോൾ 5 വരും. -2 കൊടുക്കുമ്പോൾ -8 + 4 -6 വരും. ഇതൊക്കെയാണ് തെറ്റ് സാധാരണ കേട്ടോ. അപ്പോൾ വളരെ കോഷ്യസ് ആവാം. 2 കൊടുക്കുമ്പോൾ 2 2 4 16 16 + 4 20 -1 കൊടുക്കുമ്പം 6 വരും. അപ്പോൾ എത്ര കിട്ടോ? 6 -2 -10 -10 ആകുമ്പോൾ 15 ഇവിടെ എത്ര കിട്ടുക? 25 16 25 6 കുറയ്ക്കേണ്ട 2 പോയാൽ 4 16 16 + 4 is 20 20 1 കുറയ്ക്കുക 6 കുറയ്ക്കുക. അപ്പോൾ 20 6 കുറച്ചാൽ 14 15 + 14 ആണ് കിട്ടുക. 15 + 14 അല്ലേ കിട്ടുക നമുക്ക്? 8 1 to -1 to 0. അപ്പോൾ ഇവിടെ 3 അല്ല 5 ആണ്. സോറി, എക്ക് പകരം 5 ആണ്. ഇവിടേക്കാണ് തെറ്റല്ലേ? 5 വയ്ക്കുമ്പോൾ 5x ആണ് വരിക. 5x. അപ്പോൾ ദിസ് ഇസ് അപ്പോൾ 8 + 4 ബാക്കി ശരിയാണ്. 8x + 5. ഓക്കെ. അപ്പോൾ ഇത് മാറി. അപ്പോൾ 1 കൊടുക്കുമ്പം 5 2 7 -2 കൊടുക്കുമ്പോൾ 8 ഉണ്ടാവും, -8 ഉണ്ടാവും, +4 ഉണ്ടാവും, -10 ഉണ്ടാവും. റൈറ്റ്. അപ്പം 7 18 -18 4 പോയാൽ -14 +14 അല്ലേ? പിന്നെ +14. അപ്പം 28 7 35 എനിക്ക് കിട്ടുന്നത്. ആൻസർ 35. നിങ്ങൾ ആൻസറിൻ്റെ മുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, മെത്തേഡിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്താൽ മതി. ചിലപ്പം ഇവിടെയൊക്കെ എന്തെങ്കിലും നമ്പറിലൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, അപ്പം നമ്പറിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആൻസറിലും കുഴപ്പമുണ്ടാകും. പക്ഷേ ദിസ് ഇസ് എ വേ ഇറ്റ് ഷുഡ് ബി ഡൺ. ആദ്യം കണ്ടിട്ട് ചെക്ക് ചെയ്യുക. എയും ബിയും കാണുക. എയും ബിയും കാണാൻ പറ്റില്ല, എയും ബിയും നമ്മൾ റിലേഷൻ കിട്ടുള്ളൂ. ഡിഫറൻഷ്യബിലിറ്റി കൂടി ആണെങ്കിൽ എയും ബിയും കാണാൻ പറ്റും. പിന്നെ -8. ഇതിപ്പം ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും നമ്മൾ റിലേഷൻ കാണാം. ഡിഫറൻഷ്യബിലിറ്റി ആണെങ്കിൽ എയും ബിയും കാണാം. പിന്നെ അവിടെ ഇൻ്റഗ്രേഷൻ കൂടി അവർ തിരികെയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അരിത്മെറ്റിക് പ്രൊവിഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ഇൻ AP 3 7 11 15 etc. Sn is the sum of n terms. If 40 less than 6/n + 1 sigma k going from 1 to n sk less than 42, what is the value of n? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചോദ്യമായി തോന്നുന്നുണ്ട് എനിക്ക്. കാരണം കുറച്ച് ലെങ്തിയാണ് അല്ലേ? Sn പറയുന്നത് സം ടു n ടേംസ് ആണ്. നോക്കൂ, ഇത് AP ആണ് 3. അപ്പോൾ ഇതിൽ nth ടേം എന്താ? വാട്ട് ഈസ് nth ടേം? nth ടേം is a എന്ന് എഴുതാം അല്ലേ? nth ടേം a എന്ന് എഴുതിക്കോ. a എന്ന് പറഞ്ഞാൽ a + n - 1 ഉണ്ട്. 3 + n - 1 × 4. What is 4n - 1? ഇതാണ് an. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ സം ടു n ടേംസ് ആണ്. an അറിയെങ്കിൽ Sn കാണാൻ പറ്റും അല്ലേ? ഇഫ് യു നോ an, you can find Sn. How to find Sn? Sn is എന്താണ് Sn? സം ടു n ടേംസ്. അതിനെ an കണ്ടിട്ടുണ്ടെങ്കിൽ സം ടു n ടേംസ് കാണാം. സം ടു n ടേംസ് രണ്ട് രീതിയിൽ ചെയ്യാം. an അറിയെങ്കിൽ ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, ഒക്കെ അറിയാം. സം ടു n ടേംസ് അല്ലേ? അപ്പോൾ സിഗ്മ n ഗോയിങ് ഫ്രം 1 to n, അതെ, സിഗ്മ 1 to n Sn ആണ്, an ആണ് അല്ലേ? an ആണ്. What is the value of an?
an is 4n plus 1, 4n minus 1. ഇത് ബോർഡ് എക്സാമിനേഷൻ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് നേരിയ തോതിൽ. കാരണം സമ്മേഷൻ ഓഫ് സീരീസ്, സമ്മേഷൻ ഓഫ് സ്പെഷ്യൽ സീരീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിലും പഠിക്കണമെന്ന് പറയാറുണ്ട്. 4 into sigma n. Sigma n എന്ന് പറഞ്ഞാൽ n into n plus 1/2. കാരണം sigma n പഠിക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതാണ് ഇതിലെ പ്രത്യേകത. മൈനസ് സിഗ്മ 1 ആകുമ്പോൾ n വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 വെട്ടിപ്പോവും. അപ്പോൾ ഇത് 2n സ്ക്വയർ പ്ലസ് 2n മൈനസ് n ആകുമ്പോൾ പ്ലസ് n വരും. ഇതാണ് Sn. ശരിയാ, ക്വാഡ്രാറ്റിക് n കണ്ടെയ്നിങ് നോ കോൺസ്റ്റന്റ് ടേം ആണ്. ഇനി അതിൽ സിഗ്മ എസ് കെ കാണണം. അപ്പോൾ അതിൽ സിഗ്മ വേണം. വാട്ട് ഇസ് സിഗ്മ എസ് കെ? വാട്ട് ഇസ് സിഗ്മ എക്സ് കെ? കെ ഗോയിങ് ഫ്രം, അല്ലോ അതാണ് ഓർക്കേണ്ടത്. പിന്നെയും അതിൻ്റെ സമ്മമാണ് കെ ഗോയിങ് ഫ്രം 1 to n. ഇറ്റ് വിൽ ബി സിഗ്മ ഓഫ് 2n സ്ക്വയർ പ്ലസ് n. ഇപ്പോൾ 2n സ്ക്വയർ പ്ലസ് n എന്താ? 2 into സിഗ്മ n സ്ക്വയർ. വാട്ട് ഇസ് സിഗ്മ n സ്ക്വയർ? സം ഓഫ് സ്ക്വയർസ് ഓഫ് ഫസ്റ്റ് നേച്ചർ. ഇത് സിലബസിൽ ഇല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാതെ സിഗ്മ n സ്ക്വയർ. ഇറ്റ് ഇസ് n into n plus 1 into 2n plus 1 by 6. പിന്നെ സിഗ്മ n എന്ന് പറയാൻ നിങ്ങൾക്ക് n into n plus 1 by 2 ആണ്. ഇത് വേണമെങ്കിൽ വൃത്തിയിൽ എഴുതിക്കോളൂ. n into n plus 1 by 2 കോമൺ എടുത്തൂടെ. ഇവിടെ 3 എടുക്കാം അല്ലേ, അല്ലെങ്കിൽ വേണ്ട, അത് കോമൺ n into n plus 1 by 2 കോമൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ n into n plus 1 by 2 കോമൺ എടുക്കാൻ പറ്റില്ല. നമുക്ക് n into n plus 1 by 2 കോമൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെട്ടണ്ട. ഇവിടെ 2ഉം ഇവിടെ 3ഉം അല്ലേ, അല്ല ഇവിടെ 6ഉം അല്ലേ, ഇവിടെ 6ഉം ആണ്. അപ്പം നമുക്ക് 3 ആണ്. n into n plus 1 കോമൺ എടുത്താൽ മതി. 3 ആയിക്കോട്ടെ. അപ്പം n into n plus 1 കോമൺ എടുത്തോളൂ. കോമൺ എടുത്താൽ എന്താ കിട്ടാം? 2n plus 1 by 3 plus 1 by 2 വരും. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇഫ് യു സിംപ്ലിഫൈ ദിസ്, വാട്ട് ഇസ് എസ് കെ? വാട്ട് ഇസ് സിഗ്മ എസ് കെ? സിഗ്മ എസ് കെ എന്തായിരിക്കും? സിഗ്മ എസ് കെ ഇസ് ഇക്വൽ ടു n into n plus 1 into ഇതെന്താവും? 4n plus 2 plus 3. അപ്പോൾ 4n plus 6 വരും അല്ലേ. 4n plus 2 plus 3. അപ്പോൾ 4n plus 5 ആണോ? ശരിയല്ലേ. 4n plus 2 plus 3 by 6. അപ്പോൾ ഇതാണ് സിഗ്മ എസ് കെ. അപ്പോൾ അതിവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദിസ്? അപ്പോൾ ദിസ് ബിക്കംസ് 40 ലെസ് ദാൻ 6 into n into n plus 1. ഓ, അത് അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്താൽ മതി അല്ലേ. n into n plus 1 into 4n plus 5 divided by 6 less than 42. ഓ, ഒന്നുമില്ല, വെറുതെ കെട്ടിക്കൊടുക്കാൻ കിട്ടാൻ നിൽക്കുക. അപ്പോൾ n into n plus 1 കിട്ടി, n into n plus 1 കിട്ടി, 6 കിട്ടി, 6 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 4n plus 5 is less than 40 and 42. അപ്പോൾ 4n will be less than 5 കുറയുക. 5 കുറച്ചാൽ എന്ത് കിട്ടും? 39 അല്ലേ, അല്ല 38 അല്ലേ, 38 ആണ്. ഇവിടെ 5 കുറച്ചാൽ 35. അപ്പം 4n is less than, എന്താ ചോദ്യം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n? അപ്പം വാട്ട് വിൽ ബി n? അപ്പോൾ n will be less than 35 by 4 and 38 by 4. അപ്പം n is less than, നമുക്ക് ഇങ്ങനെ കിട്ടും, n is less than 35 by 4 ഏകദേശം എത്ര ഇട്ടാ? 8 4 32 അല്ലേ. 8 4 30. അപ്പോൾ 8 പോയിന്റ്സ് ആണ്. 7 8 9 5 45 അല്ലേ. 8 4 32. 8.5 ലെസ് ദാൻ n, ലെസ് ദാൻ ഇവിടെ 4 അല്ലേ. 38 by 4 ആകുമ്പം 8.4 42 38 തന്നെയാണല്ലോ. n 4n plus 5 അല്ലേ കിട്ടുക. 2n സ്ക്വയർ പ്ലസ് n. ഓ, ഇവിടെ ഒരു മൈനസ് n ഉണ്ടാകും അല്ലേ. 2n സ്ക്വയർ പ്ലസ് 2n മൈനസ് n. ഓ, തെറ്റിപ്പോയി, സോറി, ഇവിടെ ചെറുതായിട്ട് തെറ്റിപ്പോയി. അപ്പോൾ ദിസ് ഇസ് റോങ്. നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് തെറ്റി. ഓക്കെ, സോറി. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് 4n പ്ലസ് മൈനസ് 1 അല്ലേ. അപ്പോൾ n into n plus 1 by 2 മൈനസ് n ആ വരിക. അപ്പോൾ 2n സ്ക്വയർ പ്ലസ് 2n
മൈനസ് എൻ. ഓ ശരിയാ, 2n സ്ക്വയർ പ്ലസ് 2n മൈനസ് എൻ ആണ്. 2n സ്ക്വയർ പ്ലസ് എൻ തന്നെയാണ്. അപ്പോൾ സിഗ്മ എൻ അപ്പോൾ 2 into n into n plus 1 into 2n plus 1 by 6 plus n. n ആകുമ്പോൾ n into n plus 1 by 2. റെഡിയാണല്ലോ? ശരിയാണ്. n into n plus 1 by 2 ശരിയാണ്. അപ്പം you can take n outside. 40 less than 6 by n plus 1 ശരിയാണല്ലോ? 42. അപ്പം ഇത് n into ഇവിടെ 3 വരും. You can take n into n plus 1 by n into n plus 1 outside പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 6 LCM എടുത്താൽ എന്ത് വരും? 2 4n plus 2 പ്ലസ് n into n plus 1 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം പ്ലസ് 3 ആകുമ്പം പ്ലസ് 3. അപ്പം ശരിയാ, 4n plus 5 n into n plus 1 into 4n plus 5 by 6 തന്നെയാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ 40 less than 6 by n into n plus 1 into n into n plus 1 into 4n plus 5 divided by 6 less than 42. That's all. 2n plus 1 by 6. Okay. അപ്പോൾ ഇവിടെ 6 വെട്ടിപ്പോവും, n into n plus 1 വെട്ടിപ്പോവും. അപ്പോൾ 4n plus 5 is less than 40 and 42. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂ, ഇത് വർക്ക് ചെയ്യുന്ന എൻ്റെ വാല്യൂ, ആ ഇനീക്വാളിറ്റി വർക്ക് ചെയ്യുന്ന എൻ്റെ വാല്യൂ. അപ്പോൾ 4n വിൽ ബി ലെസ് ദാൻ 42 എന്ന് കുറച്ചാൽ 38 അല്ലേ വരിക? 37 ലെസ് ദാൻ ദിസ് 5 കുറച്ചാൽ 45 അല്ല 35. ഓ കറക്റ്റാ, 35. അപ്പം 4n 30. അപ്പോൾ 4n ഷുഡ് ബി 36. അപ്പോൾ n ഷുഡ് ബി 9. 9 4 36. അപ്പം 9 ആണ് ആൻസർ. ശരിയായിരുന്നു, ക്വസ്റ്റ്യൻ ശരിയായിരുന്നു, തെറ്റിപ്പോയിട്ടില്ല. അപ്പം സിമ്പിളാണ് ചോദ്യം. പക്ഷേ ഇതിലെ ഒരു നമുക്ക് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. കാരണം സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണിത്. സിഗ്മ എൻ ഇത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിലീറ്റഡ് പോർഷനിൽ, സിഗ്മ എൻ സ്ക്വയർ. പക്ഷെ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്മ എൻ സ്ക്വയർ സിഗ്മ എൻ ക്യൂബ് ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ വെക്ടേഴ്സിൽ ചോദ്യം. എ ഈസ് ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് ബീറ്റ കെ. ബീറ്റ സ്ക്വയർ 6 ആണ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 5/4. എ ഡോട്ട് ബിയുടെ വാല്യൂ 6 ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു എ ക്രോസ് ബി സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പം ഇവിടെ എ ക്രോസ് ബി സ്ക്വയർ ആൽഫ സ്ക്വയർ നോക്കൂ, ഇതിൻ്റെ വാല്യൂ എ ഡോട്ട് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എ ഡോട്ട് ബിയുടെ വാല്യൂ 3 ആണ്. എ ഡോട്ട് ബിയുടെ വാല്യൂ 3 പറഞ്ഞാൽ മോഡ് എ ഇൻറ്റു മോഡ് ബി. ഇത് 3 അല്ല കേട്ടോ, ഇത് 3√2 ആണെന്ന് പറയണ്ടേ ചില കുട്ടികളെ. നമുക്കത് 3√2 ആക്കാം. 3√2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കാം. എന്തായാലും നമ്പറിൽ വലിയ കാര്യമില്ല നമുക്ക്, എന്നാലും 3√2 ആണെന്ന് പറയുന്നുണ്ട് ചിലർ. അപ്പോൾ ഇത് 3√2 ആണ്. 3√2 ആണ്. But is mod A into mod B into cos theta. Cos theta അറിയാലോ, 45. Cos theta is equal to 3√2. അപ്പോൾ mod A തന്നിട്ടില്ല, mod A തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടി സ്ക്വയർ ചെയ്തോളും. cos സ്ക്വയർ തീറ്റ എല്ലാം കൂടി സ്ക്വയർ ചെയ്തോളും. അപ്പോൾ എല്ലാം കൂടി സ്ക്വയർ ചെയ്താൽ mod A സ്ക്വയർ mod B സ്ക്വയർ cos സ്ക്വയർ തീറ്റ is equal to √3 സ്ക്വയർ. റൈറ്റ്. mod A സ്ക്വയർ എത്രയാ? 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. mod B സ്ക്വയർ എത്രയാ? 6. cos theta cos pi/4 1/√2 ആണ്. സ്ക്വയർ ചെയ്താൽ 1/2. 3√2 സ്ക്വയർ 9 into 2 18 ആണ്. അപ്പോൾ എല്ലാം വെട്ടിപ്പോലെ 3 3 3 2 6 3 6 18. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 5 വരും. ഓക്കെ, ഇതൊരു കഥയാണ്, അവിടെ വയ്ക്കുക. ഓക്കെ, ഇനി ചോദിച്ചത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു മോഡ് ആൽഫ എ ക്രോസ് ബി സ്ക്വയർ ആണ്. നോക്കാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 5 ആണ്. എ ക്രോസ് ബി സ്ക്വയർ എന്താ? മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ. രണ്ടും സെയിം തന്നെയാണ്. സൈൻ സ്ക്വയർ pi/4 ആണ്. അപ്പോൾ 5 ഇൻറ്റു മോഡ് എ സ്ക്വയർ. മോഡ് എ സ്ക്വയർ എന്താ? 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. നമുക്കറിയാം. ഇൻറ്റു മോഡ് ബി സ്ക്വയർ 6 ആണ്. സൈൻ സ്ക്വയർ 1/2. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദിസ് ഇസ് വെരി ഈസി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 6 ഇൻറ്റു 3. അപ്പോൾ 6 is 18 into 5,
90 അല്ലേ, 90. അത് വളരെ സിമ്പിൾ ചോദ്യമാണ്. +4 സിമ്പിൾ, പെട്ടെന്ന് കിട്ടും. വെക്ടേഴ്സ് എല്ലാം സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ രഞ്ജിത്ത് സാർ വരും. ഓക്കെ, ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് ഷിഫ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നോക്കാം. ഇതൊരു AP യിലെ ക്വസ്റ്റ്യൻ ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത്ര വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഫസ്റ്റ് ടൈം ഓഫ് 2 APs ആർ ഈക്വൽ. 2 ഡിഫറെൻറ്റ് AP ആണ്, ഫസ്റ്റ് ടൈം ഈക്വൽ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടൈം 2 APയുടെയും A എന്ന് തന്നെ എടുക്കാം. കോമൺ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഒന്ന് R1, അടുത്ത R2 എന്ന് വിളിക്കാം. ഫസ്റ്റ് ടൈം ഓഫ് 2 APs ആർ ഈക്വൽ. തേർഡ് ടൈം ഓഫ് ദ ഫസ്റ്റ് AP. തേർഡ് ടൈം എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം? ഫസ്റ്റ് AP കേട്ടോ, AR1². ഇത് ഫസ്റ്റ് AP, ഇത് സെക്കൻഡ് AP എന്ന് എടുക്കുന്നു. തേർഡ് ടൈം ഓഫ് ഫസ്റ്റ് GP, സോറി കേട്ടോ, AP അല്ല GP. തേർഡ് ടൈം ഓഫ് ഫസ്റ്റ് GP ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടൈം ഓഫ് സെക്കൻഡ് GP. ഫിഫ്ത്ത് ടൈം എന്ന് പറഞ്ഞാൽ AR2⁴. AR⁴n-1. A ക്യാൻസൽ ചെയ്ത് പോയി. R1 = A ക്യാൻസൽ ചെയ്ത് പോയി. R2⁴ R1². R2 √R1. കിടക്കട്ടെ. അടുത്ത ഇൻഫർമേഷൻ എന്താണ്? ഇഫ് 11th ടൈം ഓഫ് ഫസ്റ്റ് GP, 11th ടൈം ഓഫ് ഫസ്റ്റ് GP AR1⁻10 ഈസ് pth ടൈം ഓഫ് സെക്കൻഡ് GP. ആ P എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് GPയെ സെക്കൻഡ് GP ആയിട്ട് കണക്ട് ചെയ്യാൻ ഫസ്റ്റ് ടൈം സെയിമാണ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ ആര് മതി? കോമൺ റേഷ്യോ മതി. ഈ R1 എന്ന് പറയുന്നത് ഫസ്റ്റ് GPയുടെ കോമൺ റേഷ്യോയാണ്. അത് സെക്കൻഡ് GPയുടെ കോമൺ റേഷ്യോ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തേ നിങ്ങൾ. യെസ്, ഈ R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? R2² കൊടുക്കാൻ പാടില്ലേ? R1 = R2². അപ്പോൾ A × R2² വരും. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു AR2⁻20 കിട്ടും. AR2⁻20. ഇത് ഫസ്റ്റ് GP, ഇത് സെക്കൻഡ് GP. AR2⁻20 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടൈം ആയിരിക്കും? 11th ടൈം 21st ടൈം ആയിരിക്കും. AR2⁻20. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് എത്രയായിരിക്കും? P എന്ന് പറയുന്നത് 21 ആയിരിക്കും. പീത്ത് ടൈം ഓഫ് എ GP. പീത്ത് ടൈം എന്ന് പറയുന്നത് 21st ടൈം ആയിരിക്കും. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വാഡ്രാറ്റിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വാഡ്രാറ്റിക് ക്യൂബിക്കും വരുന്നുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. എത്ര സൊല്യൂഷൻ ഉണ്ട്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ കോമൺ ബ്രാക്കറ്റ് വരുന്നു. ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും x = 0 എഴുതാം, അതാർക്കും പ്രശ്നമില്ല. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമിലാണ് കുറച്ച് പ്രശ്നമുള്ളത്. ഇത് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മാത്രവും എടുത്തു. ഓർ
എക്സ് സ്ക്വയർ പ്ലസ് മോഡ് എക്സ് പ്ലസ് 5 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 മൈനസ് 6 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എടുത്താൽ ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 2 മൈനസ് 5 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 മൈനസ് മോഡ് എക്സ്. ശരിയല്ലേ? 6 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 2 മൈനസ് 5 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 മൈനസ് മോഡ് എക്സ്. നോക്കൂ, എക്സ് ഈക്വൽ ടു 0 ഒരു സൊല്യൂഷൻ കിട്ടി. ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വി സെപ്പറേറ്റ്ലി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദീസ് ടു ഫങ്ഷൻസ്. ഇതിൻ്റെയും ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ആദ്യം y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഇറ്റ്സ് എ പരാബോള. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന പരാബോള. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ ഇത് എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ 0 1 2 ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുത്തിട്ട് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ നമുക്ക് കുറച്ച് വാല്യൂസ് കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? എക്സിന് 0 കൊടുത്താൽ 12. എക്സിന് 0 കൊടുത്താൽ എത്ര കിട്ടും? 12 പിന്നെ മൈനസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 7. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും 7. പിന്നെ നമുക്ക് എക്സിന് 2 കൊടുത്താൽ എത്ര കിട്ടും നോക്കും. എക്സിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 കൊടുത്താൽ ഇത് 0 ആയിപ്പോയി. പിന്നെ ഇത് മൈനസ് 5 മൈനസ് 2 മൈനസ് 7 കിട്ടും. അപ്പോൾ അതെ 2 കൊടുക്കുമ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ പോയിന്റ് താഴെ പോകും. ശരിയല്ലേ? എക്സിന് 2 കൊടുക്കുമ്പോൾ ഇത് 0 കിട്ടി. ഇത് 2 മൈനസ് 1 1 കിട്ടി. മൈനസ് 5 കിട്ടും. മൈനസ് 2 കിട്ടും. മൈനസ് 7 കിട്ടി. ഇനി എക്സിന് വേറൊരു വാല്യൂ കൂടെ കൊടുത്തു നോക്കാം. ഒരു മൈനസ് 2 കൊടുത്തു നോക്കും. എക്സിന് മൈനസ് 2 കൊടുത്തു. എക്സിന് അല്ലെങ്കിൽ മൈനസ് 1 കൊടുത്താൽ എക്സിന് മൈനസ് 2 കൊടുത്തു നോക്കാം. മൈനസ് 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 24 വരും അല്ലേ? 24 വരും. പിന്നെ മൈനസ് 3 മൈനസ് 15 വരും. പ്ലസ് അല്ല മൈനസ് 2 വരും. ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഏകദേശം ഗ്രാഫ് ഏകദേശം ഷേപ്പാട്ടോ പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അത് ഏകദേശം ഇവിടെ വരുമ്പോൾ താഴേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഒരു ഷേപ്പ്. നമ്മൾ കറക്റ്റായിട്ട് ഗ്രാഫ് സ്കെച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് 2 കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്. ഇവിടെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 2 സൊല്യൂഷൻ കിട്ടും. ഇവിടെ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടും. സോ നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 3. ഓക്കെ, നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 3. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ബിറ്റ്വീൻ 0 ആൻഡ് 1 ബിറ്റ്വീൻ 2 ആൻഡ് 1 അങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്ത് ചെയ്യേണ്ടി വരും. വാട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്തത് ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നടന്ന ഷിഫ്റ്റുകളെല്ലാം പരിശോധിച്ചാൽ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും പരാബോള സ്ട്രെയിറ്റ് ലൈൻ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. മോർണിംഗ് ഷിഫ്റ്റിലായാലും ഇതുപോലെ തന്നെ പരാബോളയും ലൈനുമായിരുന്നു. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരാബോളയായിരുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് വന്നപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയി. മോർണിംഗ് ഷിഫ്റ്റ് പോലെ ആയിരുന്നില്ല. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയി. നോക്കൂ, നമുക്ക് ജസ്റ്റ് പരാബോള ഒന്ന് വരയ്ക്കാം. റഫായിട്ടൊന്ന് വരയ്ക്കാം. ഈ പരാബോള y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. സോ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 1 2 ആയിരിക്കും. സോറി, വെർട്ടെക്സ് എന്ന് പറയുന്നത് 1 2 ആയിരിക്കും അല്ലേ? എക്സിന് 1 വൈക്ക് 2. വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലിരിക്കും. ഒരു റഫ് സ്കെച്ച്. എക്സ് 1 വൈ 2. നമുക്ക് പരാബോള വരയ്ക്കാം. ഓക്കെ, then പരാബോള വരയ്ക്കാം. This become 1, 2. Then അടുത്തത് എക്സ് മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഈ പോയിന്റ് തന്നെ വരും y. ദെൻ വൈക്ക് 0 കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4. ഏകദേശം ഈ രീതിയിൽ പോകുന്ന ഒരു ലൈൻ. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്ന ഏരിയ ഏതാണ് പറയൂ. ദെൻ ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അതായത് ഈ പരാബോള
line coordinate axis in the first quadrant. So we find the area of this portion. അല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ദിസ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. എവിടെയായാലും നമ്മൾ ഇങ്ങനെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കും. അപ്പോൾ അതിനുവേണ്ടി അതൊന്ന് സോൾവ് ചെയ്യാം നമുക്ക്. ഈ പോയിന്റ് എത്രയാണ്? ഈ പോയിന്റ് അതായത് പരാബോള എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന വൈക്ക് 0 കൊടുത്താൽ 4 is equal to x minus 1, x is equal to 5. ഈ പോയിന്റ് 5 ആയിരിക്കും, ഈ പോയിന്റ് 0. ഓക്കെ, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റോടെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റോടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സി, ഇപ്പോൾ നമുക്കിത് എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താമെന്ന് വെച്ചാൽ, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റോടെ കണ്ടുപിടിച്ചാൽ ഇൻ ടേംസ് ഓഫ് വൈ നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. ലൈനും പരാബോളയും മീറ്റ് ചെയ്യുന്ന വൈ കോർഡിനേറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രം ദിസ് യു റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് 4. അതുകൂടെ കൊടുത്താൽ y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സിന് പകരം 2y മൈനസ് 4 മൈനസ് 1, ദാറ്റ് ഈസ് 2y മൈനസ് 5. y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 is equal to 2y minus 5. y square minus 6y plus 9 is equal to 0. y minus 3 whole square is equal to 0. This point become 3. Okay, this point become 3. അപ്പോൾ നമുക്കിത് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് 0 മുതൽ 2 വരെ 0 മുതൽ 2 വരെ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇൻ ടേംസ് ഓഫ് y ആട്ടോ. ഇവിടെ റൈറ്റിൽ വരുന്ന എക്സ് റൈറ്റ്, എക്സ് റൈറ്റ്, അതായത് റൈറ്റിൽ ഏതാണ് വരുന്നത്? പരാബോളയാണ് വരുന്നത്. ഓക്കെ, പരാബോള വരും. പ്ലസ് 2 മുതൽ 3 വരെ ചെയ്യുമ്പോൾ 2 മുതൽ 3 വരെ ചെയ്യുമ്പോൾ എക്സ് റൈറ്റ് മൈനസ് എക്സ് ലെഫ്റ്റ്, എക്സ് റൈറ്റ് മൈനസ് എക്സ് ലെഫ്റ്റ്, ഡി വൈ ആട്ടോ വേരിയബിൾ, dy. ഓക്കെ, അല്ലെങ്കിൽ ഇത് ട്രയാങ്കിൾ എഴുതിയാലും മതി കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താലും മതി, നോ പ്രോബ്ലം. ഈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. എക്സ് റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പരാബോള, ഈ പരാബോളയിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 0 മുതൽ 2 വരെ എഴുതുമ്പോൾ എക്സ് റൈറ്റ്, ഈ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ പരാബോളയാണ്. പരാബോളയുടെ എക്സ് കണ്ടുപിടിക്കണം. എന്ത് കിട്ടും? പരാബോളയിൽ നിന്ന് എക്സ് എന്ത് കിട്ടും? ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. മോർണിംഗ് ഷിഫ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്, ഇൻ ടേംസ് ഓഫ് y ആണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നത് എങ്കിൽ എക്സ് റൈറ്റ് മൈനസ് എക്സ് ലെഫ്റ്റ്. ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ y അപ്പർ മൈനസ് y ലോവർ. എക്സ് റൈറ്റ്, ഇതിൻ്റെ എക്സ് എന്ന് പറയുന്നത് y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1, സോറി പ്ലസ് 4 പ്ലസ് 1 ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് y സ്ക്വയർ മൈനസ് 4y പ്ലസ് 5 dy പ്ലസ് ഇൻ്റഗ്രൽ 2 to 3 എക്സ് റൈറ്റ്. വീണ്ടും ആ പരാബോള തന്നെ എഴുതുന്നു നമ്മൾ, 2 to 3. then 2 to 3 പരാബോളയുടെ ഇക്വേഷൻ വീണ്ടും y സ്ക്വയർ മൈനസ് 4y പ്ലസ് 5 dy മൈനസ് എക്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഹാഫ് ഇൻറ്റു ബേസ് 1 കിട്ടും. ഇവിടെ y കോർഡിനേറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കുക, സോറി എക്സ് കോർഡിനേറ്റ്. എന്തിന്? ഇതിന് 3 കൊടുത്താൽ ഈ ലൈനകത്ത് വൈക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ 6 എക്സ് ഈക്വൽ ടു 5 വരും അല്ലേ? എക്സ് ഈക്വൽ ടു 5 കിട്ടും. വൈക്ക് 3 കൊടുക്കുന്നു, വൈക്ക് 3 കൊടുത്താൽ സോറി 5 അല്ല മൈനസ് 6 2 വരും. എക്സ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഈ ഹൈറ്റ് 2 വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 2 ചെയ്താലും മതി. അപ്പോൾ ഇത് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്തുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ കിട്ടും. അതിനകത്ത് നിന്ന് ഇതും ഇൻ്റഗ്രേഷൻ നടത്തുക, മൈനസ് ദിസ് ക്വാണ്ടിറ്റി ചെയ്താൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് ബി ബൈ സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 4/3 സൈൻ എ പ്ലസ് ബി ബൈ സൈൻ എ മൈനസ് ബി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതാണ്. ആർക്കും സംശയമില്ലല്ലോ? ആർക്കും സംശയമില്ല. ദെൻ അപ്ലൈ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി. അത് ട്രിഗണോമെട്രിയിൽ നിങ്ങൾ എൻട്രൻസ് ലെവലിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി അല്ലേ, ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ സം ബൈ ഡിഫറൻസ് ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ദാറ്റ് ഇംപ്ലൈസ് ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്താൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ബൈ സൈൻ എ പ്ലസ് ബി minus sin a minus b equal to 4 plus 3 by 4 minus 3. ഓക്കെ, നോക്കൂ, ഇത് നിങ്ങൾ ഫോർമുലയായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഇസ് വാട്ട്? 2 സൈൻ എ കോസ് ബി ബൈ സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ഇസ് വാട്ട്? 2 കോസ് എ സൈൻ ബി is equal to 7/1. That implies 2 cancel ആയിപ്പോയി. സൈൻ ബൈ കോസ് ടാൻ കിട്ടും. കോസ് ബൈ സൈൻ കോട്ട് വരും, ഇപ്പം ടാൻ ബി എന്ന് വരും. is equal to 7. ഓക്കെ, സംശയമുണ്ടോ? സൈൻ എ ബൈ കോസ് എ ടാൻ എ വിട്ടും, കോസ് ബി ബൈ സൈൻ ബി കോട്ട് ബി വരും. ഇപ്പോൾ 1/tan ബി എന്ന് എഴുതി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. യു ഡയറക്ട്ലി ഗെറ്റ് ആൻസർ. ടാൻ എ is equal to k tan b. So what is k? K is 7. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു ജെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണേണ്ട യാതൊരു കാര്യമില്ല. K is equal to 7. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ്. ആ ഫോർമുല മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നൊന്നുമില്ല. സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുക, വേരിയൻസ് കണ്ടുപിടിക്കുക. സിഗ്മ സ്ക്വയർ is equal to ഫോർമുല ഒന്നുകിൽ സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേരിയൻസ് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നില്ല, NCERT ഇഷ്ടം പോലെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ കോഎഫിഷ്യൻറ്റുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഇൻറ്റിജർ ടൈംസ് ആയിരുന്നു. അത് വളരെ സിമ്പിളായിരുന്നു. കഴിഞ്ഞ ഷിഫ്റ്റുകളിലും ചോദിച്ചത് അത്ര കുഴപ്പമുണ്ടായില്ല. എങ്കിലും കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ബൈനോമിയൽ കോഎഫിഷ്യൻസ് കയറി വന്നു. ഈ തവണത്തെ ഇതിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് NCR ഇൻറ്റു NCR. നമുക്ക് ഇങ്ങനെ ഈ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിവൈഡഡ് ബൈ R+1 കിടക്കുന്നില്ല. രണ്ട് ടേമിലും ഉണ്ട്, ആൽഫയിലും ബീറ്റയിലും ഉണ്ട്. ഈ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആറിൻ്റെ ടേം അതിപ്പോൾ ഡിനോമിനേറ്ററിലായാലും പ്രോഡക്റ്റിലായാലും അത് നമ്മുടെ സമ്മേഷനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സീരീസിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ഈ 6 അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ n വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ സമ്മേഷൻ അപ്ലൈ ചെയ്യുന്ന ആറിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ n അവിടെ വന്നാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ R+1 മാറ്റിയിട്ട് n കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എപ്പോഴും നന്നായിരിക്കും. അത് n-ൻ്റെ ഏത് ടൈം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ R+1 മാറ്റണം. ഈ റിസൾട്ട് ഞാൻ അപ്ലൈ ചെയ്യണം. n+1 R+1 എന്ന് പറയുന്നത് n+1 ബൈ R+1 ഇൻറ്റു NCR. ഇതിനകത്തൊന്ന് കുറച്ചു, ഇത് ഇങ്ങെടുത്തു. അപ്പോൾ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ടൈം ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? 1/n+1 n+1
സി ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ സി ആർ ബൈ ആർ പ്ലസ് വൺ. എൻ സി ആർ ബൈ ആർ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദേ ഈ ടൈമില്ലേ എൻ സി ആർ ബൈ ആർ പ്ലസ് വണ്ണിന് പകരം ഇതെടുത്ത് സെറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈക്വൽ ടു നമുക്ക് തീർച്ചയായിട്ടും ആ 1/n+1 ഔട്ട് സൈഡ് എടുത്തു. 1/n+1 ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ ടു 0 to n plus 1 സി ആർ പ്ലസ് 1 ഇൻറ്റു എൻ സി ആർ. ഇങ്ങനെ വരും ആൽഫ. ശരിയല്ലേ? എൻ സി ആർ ബൈ ആർ പ്ലസ് വണ്ണിന് പകരം ഇതെടുത്ത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സീരീസ് ആക്കി മാറ്റിയാൽ പോലും എന്താ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആറിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് ഏതെങ്കിലും ഒരു സീരീസിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നമുക്ക് n+1 സി ആർ പ്ലസ് ഇതിപ്പോൾ നമ്മൾ സീരീസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ n+1 സി ഒരു ചെറിയ സ്റ്റെപ്പോടെ ചെയ്യാം. ഇതിനെ നമ്മൾ 1/n+1 ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ ടു 0 to n+1 സി ആർ പ്ലസ് 1 എൻ സി എൻ മൈനസ് ആർ. എൻ സി എൻ മൈനസ് ആർ. ഇതിനെ നിങ്ങൾ സീരീസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നോക്കിയേ, ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ n+1 സി 1 ഇൻറ്റു എൻ സി എൻ പ്ലസ് n+1 ആറിന് 1 കൊടുത്താൽ സി 2 ഇൻറ്റു എൻ സി എൻ മൈനസ് 1. ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഈ അപ്പർ സഫിക്സിൻ്റെ പവർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2n+1 2n+1. ലോവർ സഫിക്സിൻ്റെ പവർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും n+1 n+1 അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ എങ്ങനെ എഴുതാം? 1/n+1 ഇൻറ്റു അപ്പർ സഫിക്സിൻ്റെ പവർ വരുന്നത് എന്ത് വരും? 2n+1 എന്നും ലോവർ സഫിക്സിൻ്റെ പവർ വരുന്നത് n+1 എന്നും അല്ലേ? n+1 n+1. ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഇവിടം വരെ കിട്ടി. ആൽഫ. ഇതുപോലെ തന്നെ ബീറ്റയെ ഞാൻ സോൾവ് ചെയ്യുവാണ്. സെയിം മെത്തേഡിൽ തന്നെ ബീറ്റയെ ഞാൻ സോൾവ് ചെയ്യുവാണ്. പറയൂ എന്ത് കിട്ടും? ബീറ്റ സീക്വൽ ടു ഇത് കണ്ടോ, ഈ എൻ സി ആർ ബൈ ആർ പ്ലസ് 1 കണ്ടോ, എൻ സി ആർ ബൈ ആർ പ്ലസ് 1ന് പകരം ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ മാറ്റുവാണ്. അപ്പോൾ എന്ത് കിട്ടും? 1/n+1 ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ ടു 0 to n+1 എൻ സി ആർ ബൈ ആർ പ്ലസ് 1ന് പകരം n+1 സി ആർ പ്ലസ് 1 ഇൻറ്റു n+1 സി ആർ പ്ലസ് ആർ. ഞാൻ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയാം. ഇത് ഇത്രയും ടൈം എൻ സി ആർ ബൈ ആർ പ്ലസ് 1 എൻ സി ആർ ബൈ ആർ പ്ലസ് 1ന് പകരം 1/n+1 ഇൻറ്റു n+1 സി ആർ പ്ലസ് 1 മാറ്റി. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ആയാലും അപ്പർ സഫിക്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈമിലേക്ക് എത്തില്ല. അപ്പർ സഫിക്സിൻ്റെ ലോവർ സഫിക്സിൻ്റെ സമ്മ് ഒരു സെയിം ടൈമിലേക്ക് വരില്ല. അപ്പറിൻ്റെ കുഴപ്പമില്ല, 2n+2 കിട്ടും. ഞാൻ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ നടത്തുവാണ്. ബീറ്റ ഈക്വൽ ടു 1/n+1 ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ ടു 0 to n+1 n+1 സി ആർ പ്ലസ് 1 ഇൻറ്റു n+1 സി n+1 മൈനസ് ആർ. വേറെ റിസൾട്ടൊന്നുമില്ല. എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. ഇത് നിങ്ങളൊന്ന് സീരീസ് ആക്കി നോക്കിയേ. ആറിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? n+1 സി 1 n+1 സി n+1 പ്ലസ് ആറിന് 1 കൊടുത്ത് എന്ത് കിട്ടും? n+1 സി 2 ഇൻറ്റു ആറിന് 1 ആട്ടോ, 1 കട്ടായി പോയി n+1 സി എൻ. നോക്കൂ, അപ്പർ സഫിക്സ് എക്സെട്ര അങ്ങനെ പോവുകയാണ്. അപ്പർ സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ എല്ലാം 2n+2 2n+2 വരും. ലോവർ സഫിക്സ് എല്ലാം n+2 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 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സമ്മ് നിങ്ങൾക്ക് എന്തെഴുതാം? ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ബീറ്റ എന്ന് പറയുന്നത് 1/n+1 ഇൻറ്റു അപ്പർ സഫിക്സിൻ്റെ സം 2n+1
സി ലോവർ സഫിക്സിൻ്റെ സമം n+2. ഇതാണ് ബീറ്റ കിട്ടും. അപ്പോൾ ആൽഫയും കിട്ടി ബീറ്റയും കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്, അതൊന്ന് ഉപയോഗപ്പെടുത്താം. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയല്ലേ അവർ തന്നിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുകയാണ്. നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്ന് ആൽഫ ബൈ ബീറ്റ കാണുന്നു. ആൽഫ ബൈ ബീറ്റ. അപ്പോൾ ആൽഫ എന്ന് അപ്പോൾ ഈ n+1 കട്ടായി പോയില്ലേ ആൽഫ ബൈ ബീറ്റ ചെയ്യുമ്പോൾ? n+1 കട്ടായി പോയി. ഓക്കെ അല്ലേ? പിന്നെ എന്ത് കിട്ടും? 2n+1 cn+1 ബൈ 2n+1 cn+2. ആൽഫ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു ഫാക്ടോറിയലിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ 2n+1 ഫാക്ടോറിയൽ ബൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാലോ അല്ലേ? അപ്പർ സഫിക്സ് സെയിം ആണ്, ലോവർ സഫിക്സിൽ ഒന്നിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നേരെ തിരിച്ചിട്ടാൽ മതി. എന്തായിരുന്നു റിസൾട്ട്? NCR ബൈ NCR-1 ഈക്വൽ ടു n-r+1 ബൈ r എന്നുള്ള റിസൾട്ട് ഇല്ലേ? n-r+1 ബൈ r. അപ്പർ സഫിക്സ് സെയിം, ലോവർ സഫിക്സിൽ 1ൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ n-r+1 ബൈ r എന്നുള്ള റിസൾട്ട് ഇല്ലേ? ആ റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ ഇവിടെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പർ സഫിക്സ് 2 സെയിം ആണ്, ലോവർ സഫിക്സിൽ 1ൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ പറഞ്ഞ ഡിഫറൻസ് നേരെ തിരിഞ്ഞാൽ വന്നേക്കണേ അല്ലേ? ഞാൻ ലോവർ സഫിക്സ് ആണ് 1 കുറവ് പറഞ്ഞേക്കണത്. ഇവിടെ പക്ഷേ ലോവർ സഫിക്സ് n+2 ആണ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിടാം. r ബൈ എന്ന് പറയുമ്പോൾ n+2 ബൈ n-r+1. n എന്ന് പറയുന്നത് 2n+1 മൈനസ് r എന്ന് പറഞ്ഞാൽ n+2 ആയിട്ട് എടുത്തിരിക്കുന്നത് +1. അപ്പോൾ ആൽഫ ബൈ ബീറ്റ എന്ത് കിട്ടും? n+2 ബൈ 2n മൈനസ് n കട്ടായിപ്പോയി, n കിട്ടി. 1 - 2 1 - 2 -1 വന്നു, അത് കട്ടായിപ്പോയി. n+2 ബൈ n അല്ലേ കിട്ടുക? അതെ. ഇനി വീണ്ടും ഈ റിലേഷൻ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്താം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ആൽഫ ബൈ ബീറ്റ 4/7 കിട്ടി. അപ്പോൾ 4/7 is equal to n+2 by n. Then cross multiply this. നമുക്ക് കണ്ടുപിടിക്കുന്നത് n-ൻ്റെ വാല്യൂ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4n is equal to 7n plus 14. 7n plus 14. അവിടെ തെറ്റിയല്ലോ. ആൽഫ ബൈ ബീറ്റ 4/7. ഞാൻ റിസൾട്ട് എഴുതിയത് മാറിപ്പോയോ? 4n is equal to 7n plus 14 minus 3n എന്ന് വന്നല്ലോ. ആൽഫ ബൈ ബീറ്റ, ആൽഫ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്, 2n+1 cn+1 ബൈ ബീറ്റ എഴുതിയിരിക്കുന്നതും കറക്റ്റാണ്, 2n+1 ബൈ cn+2. റിസൾട്ട് തെറ്റിയിട്ടില്ലല്ലോ. n+2 ബൈ 2n+1 മൈനസ് n+2. r എന്ന് പറയുന്നത് n+2 ആണ്. ആ ടൈമിലും തെറ്റ് വന്നിട്ടില്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ. 2n+1 cn ആണ്, cn+1 അല്ല. എനിക്ക് ആൽഫയുടെ വാല്യൂവിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ്, ലോവർ സഫിക്സ് സെയിം ആണ്, അപ്പർ സഫിക്സിൽ 2n+1 cn ആയിരുന്നു വരുന്നത്. cn+1 അല്ല, n+1. ആൽഫയുടെ വാല്യൂവിൽ ചെറിയൊരു കറക്ഷൻ വന്നു കേട്ടോ. നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതാണ് ഇവിടെ ആൻസറിൽ ചെറിയ പ്രശ്നം വന്നു. ആൽഫയുടെ വാല്യൂവിൽ ആൽഫ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? n+1 cr+1. അതിൽ നമുക്ക് ഇതിൽ റിസൾട്ട് അപ്ലൈ ചെയ്താൽ n+1 c n-r ഇൻറ്റു NCR. അപ്പോൾ 2n+1 cn കിട്ടിക്കോളും. 2n+1 cn 2n+1 cn അല്ലേ? ഇതിൻ്റെ ലോവർ സഫിക്സിൻ്റെ സം r കട്ടായി പോയിട്ട് 2n+1 cn കിട്ടിക്കോളും.
അപ്പോൾ 2n+1 cn വരുമ്പോൾ ഇവിടെ 2n+1 cn കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ റിസൾട്ടിലേക്ക് പോയാൽ പറ്റില്ല, ഫോർമുല തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2n+1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n+1 മൈനസ് n, ദാറ്റ് ഈസ് n+1 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിനകത്തും NCR റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ n+2 ഫാക്ടോറിയൽ ഇൻറ്റു 2n+1 cn+2 അല്ലേ, 2n+1 cn+2 2n+1 അല്ലല്ലോ, 2n+2 അല്ലേ വരിക, അതും എനിക്ക് ചെറുതായിട്ട് തെറ്റി അല്ലേ. 2n+1 + n+1 n+2 ആട്ടോ വരുള്ളൂ, സോറി. 2n+2 n+2 ഫാക്ടോറിയൽ ഇൻറ്റു ദിസ് മൈനസ് ദിസ് n ഫാക്ടോറിയൽ ബൈ 2n+2 ഫാക്ടോറിയൽ. ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു, പിന്നെ ഇവിടെ n ഫാക്ടോറിയൽ കട്ടായി, n+2 ഫാക്ടോറിയൽ എന്നുള്ളത് എന്തെഴുതും, n+2 ഇൻറ്റു n+1 ഫാക്ടോറിയൽ, താഴത്തെ n+1 ഫാക്ടോറിയലായിട്ട് കട്ടായി പോയി. 2n+2 എന്നുള്ളത് എന്തെഴുതും, 2n+2 ഇൻറ്റു 2n+1, അത് കട്ടായി പോയി, താഴെ 2n+2 വരും. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ദിസ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ഇവിടെ ആൽഫ ബൈ ബീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു, 4/7. 4/7 is equal to n+2 by 2n+2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8n plus 8 is equal to 7n plus 14. ശരിയല്ലേ, 2n+2. Then n is equal to 8 റൈറ്റിലേക്ക് പോയാൽ 6 അല്ലേ, n is equal to 6. Find the value of n. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റുകളിലും വെച്ച് ബൈനോമിയൽ ചോദിച്ചതിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഷിഫ്റ്റിൽ വന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് മാക്സിമ മിനിമയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ജസ്റ്റ് ഐഡിയ മാത്രം ഞാൻ പറയുന്നു. നിങ്ങൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാൻ വേണ്ടിയിട്ടും NCERT ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ എന്ത് ചെയ്യും, അതിനകത്ത് ഇൻ്റർവെല് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തും അല്ലേ, ജസ്റ്റ് ഒരു ഡിഫറൻസിയേഷൻ. വാട്ട് ഈസ് f dash x? f dash x എന്ന് പറഞ്ഞാൽ അപ്ലൈങ് പ്രോഡക്റ്റ് റൂൾ, x+2 the whole square into 3 into x minus 3 the whole square plus x minus 3 the whole cube to 2 into x plus 2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ we take x plus 2 and x minus 3 the whole square as common. പ്ലസിൻ്റെ രണ്ട് സൈഡിൽ നിന്നും x+2 x minus 3 ഹോൾ സ്ക്വയറും കോമൺ എടുത്താൽ ഇവിടെ 3യും ഒരു x+2 ബാക്കിയുണ്ട്, 3x plus 6. ഇവിടെ ഒരു 2വും ഒരു x minus 3യും ബാക്കിയുണ്ട്, 2x minus 6. ഒരു x+2 പോന്നു, 2 അവിടെ ബാക്കിയുണ്ട്, 2 ഇൻറ്റു x minus 3 അല്ലേ ബാക്കിയുള്ളൂ, അത് x minus 3 ഹോൾ സ്ക്വയർ പോകുന്നു, അപ്പോൾ 2x minus 6 കട്ടായി പോയി. അപ്പോൾ x+2 ഇൻറ്റു x+2 വന്നു, 3 അവിടെ 2x+2 x minus 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 5x ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് x ഈക്വൽ ടു 0 കിട്ടും, പിന്നെ x ഈക്വൽ ടു -2 കിട്ടും, പിന്നെ x ഈക്വൽ ടു 3യും കിട്ടും. 3 വാല്യൂസ് കിട്ടും. ഇതിനകത്ത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിലാണെങ്കിൽ നമുക്ക് -2 എടുക്കാൻ പറ്റില്ല, 1 to 4 ആണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ എന്ന് സംശയമുണ്ട്, ചിലതിൽ -4 to 4 പറയുന്നുണ്ട് ചിലർ. അപ്പോൾ -4 to 4 ആണെങ്കിൽ ഈ വാല്യൂസ് എടുക്കാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റർവെല്ലിനകത്ത് വരുന്ന വാല്യൂസ്, ശരിക്കും ഇപ്പോൾ ഈ ഇൻ്റർവെല്ലിലാണെങ്കിൽ നമുക്ക് 3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, 0യും പറ്റില്ല -2യും പറ്റില്ല. -4 to 4 ആയിരുന്നു എങ്കിൽ
ഇൻ്റർവൽ -4 to 4 ആയിരുന്നു എങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം എടുക്കാമായിരുന്നു. അപ്പോൾ ഈ വാല്യൂസ് ഓരോന്നും എവിടെ കൊടുത്തു നോക്കുക, എഫ് ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്താണെങ്കിൽ f(4) കാണണം, f(3) കാണാം അല്ലേ, പിന്നെ f(1) കാണാം. അപ്പോൾ എവിടെയാണോ മാക്സിമം കിട്ടുന്നത് അത് മാക്സിമം ആയിട്ട് എടുക്കുക, എവിടെയാണോ മിനിമം കിട്ടുന്നത് അത് സ്മോൾ ലെറ്റർ m ആയിട്ട് എടുക്കുക, എന്നിട്ട് ക്യാപിറ്റൽ M - സ്മോൾ m. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്, സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തതിൽ ഒരല്പം ടഫായിരുന്നത് ഈ ബൈനോമിയലിലെ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇത് ഇൻ്റഗ്രൽസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം വരുന്നത് ഈ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് മാത്രമാണ്. എഫ് ഓഫ് 4 F തന്നിട്ടുണ്ട്, അത് മാത്രമാണ് ചെറിയ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് നോക്കാം, സിംപ്ലിഫൈ നോക്കാം. നമുക്ക് ഒരു എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എഫ് ഓഫ് ഈക്വൽ ടു ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ എഫ് ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യും. അവിടെ എഫ് ഓഫ് എക്സ് വരും 1 പ്ലസ് താഴെ എഫ് ഓഫ് എക്സ് വരും ഹോൾ റൈസ് ടു 1/4 അല്ലേ. ഈ എക്സ് ഇത് 4 ആണ് കേട്ടോ. ഈ എല്ലാ എക്സുകളുടെ പ്ലേസിലും എഫ് ഓഫ് എക്സ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 1/4 ബൈ 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു 4 വരും. എക്സ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 4 താഴത്തേന് മാത്രം റൈസ് ടു 1/4 വരും അല്ലേ. ദ ഹോൾ റൈസ് ടു വീണ്ടും 1/4 ഉണ്ട്, which is equal to x by 1 plus x raised to 4 the whole raised to 1/4 by ഈ 4 ഉം 4 ഇതിന് കട്ടായി പോവും. പിന്നെ ഇവിടെ എന്ത് വരും, 1 പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 1/4 ഉണ്ടാവും. ഇത് LCM കണ്ടു കഴിഞ്ഞാൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 the whole raised to 1/4 by ഇതിങ്ങോട്ട് വരുമ്പോൾ 1 plus 2x raised to 4 the whole raised to 1/4 by 1 plus x raised to 4 the whole raised to 1/4. അപ്പോൾ ഇതും കട്ടായി പോയിട്ട് you get x by 1 plus 2x raised to 4 the whole raised to 1/4 എന്ന് കിട്ടും. x by 1 plus 2x raised to 4 the whole raised to 1/4 എന്ന് കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ് ചെയ്താൽ. ഇത് ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇവിടെ 4 F വരുന്നുണ്ട്, 4 F വരുന്നുണ്ട്. സോ യു ഗെറ്റ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് അങ്ങനെ തന്നെ വരുന്നുണ്ട്, 1ഉം അങ്ങനെ തന്നെ വരുന്നുണ്ട്. 2 F വന്നപ്പോൾ ഇവിടെ 2 വന്നു, അപ്പോൾ 4 F വരുമ്പോൾ അവിടെ 4x raised to 4 the whole raised to 1/4 ഇങ്ങനെ കിട്ടും ജി ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് ജി ഓഫ് എക്സ് കിട്ടുക. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ പറയുവാണ്. ഇതിനകത്ത് ഈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2√5 x² ഇൻറ്റു ജി ഓഫ് എക്സിൻ്റെ വാല്യൂ വരുന്നത് എക്സ് ബൈ 1 പ്ലസ് 4 എക്സ് റൈസ് ടു 4 the whole raised to 1/4 dx. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. എക്സ് ഇൻറ്റു എക്സ് എന്ത് എഴുതാം, x³. ഓക്കെ, ഞാനിതൊന്ന് മാറ്റിക്കോട്ടോ. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ നടത്താം. ഇതിന് ടി എന്ന് കൊടുത്താൽ മതി. വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4x raised to 4 dt is equal to 16x³ dx. അപ്പോൾ 1/16 ഇൻറ്റു ഇൻ്റഗ്രൽ x³ dxന് പകരം dt t raised to 1/4 dt. ശരിയല്ലേ? x³ dxന് പകരം dt. ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. എക്സിന് 0 കൊടുത്താൽ ടിക്ക് ലോവർ ലിമിറ്റ് 1, എക്സിന് 0 കൊടുത്താൽ 1.
എക്സിന് 2√5 കൊടുത്താൽ അത് മാത്രം ഞാനൊന്ന് ചെയ്തേക്കാം. നോക്കൂ, ഇത് എക്സ് ഈക്വൽ ടു √2√5 കൊടുത്താൽ ടി ഈസ് ഈക്വൽ ടു 1 + 4 ഇൻറ്റു √2√5 ദ ഹോൾ റൈസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 + 4 ഇൻറ്റു 2√5 ദ ഹോൾ സ്ക്വയർ. ഒരു റൂട്ട് അങ്ങ് പോകും. വിച്ച് ഈസ് ഈക്വൽ ടു 1 + 2 സ്ക്വയർ ഈസ് 4. 4 × 4 16 അല്ലെങ്കിൽ 4 × 5 അല്ലേ? ദാറ്റ് ഈസ് 4 × 5 20, 20 × 4 80, 80 + 1 81. ദെൻ t⁻1/4 നിങ്ങൾ t⁻−1/4 എന്ന് എഴുതുക, ഇൻ്റഗ്രേഷൻ നടത്തുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ എഫ് ഓഫ് എന്നുള്ള കോമ്പോസിഷൻ വരുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യനോടെ ഞാൻ പറയാം, ഒറ്റ ക്വസ്റ്റ്യനോടെ പറഞ്ഞ് നിർത്തിയേക്കാം. അത് കഴിയുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ സജിത് സാറ് ചെയ്യും. ഓക്കെ, 1 സെക്കൻഡ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോംപ്ലക്സ് നമ്പറുള്ള ക്വസ്റ്റ്യൻ ആണ്. z⁻1985 plus z⁻100 plus 1 is equal to 0 and z³ plus 2z² plus 2z plus 1 equal to 0. ഓക്കെ 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 അപ്പോൾ ആ ക്വസ്റ്റ്യൻ സാറ് കംപ്ലീറ്റ് ചെയ്തോളും. Then the number of common roots of the equations. SS ആ ക്വസ്റ്റ്യൻ സാറ് നോക്കുന്നുണ്ട്. അപ്പോൾ സാറ് കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അജിത് സാറ് ചെയ്തു. ഓക്കെ. ഡിയർ ചിൽഡ്രൻ, നമുക്ക് സാറ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇതിൽ നമ്പർ ഓഫ് കോമൺ റൂട്ട്സ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്പർ ഓഫ് കോമൺ റൂട്ട്സ് കാണാനായിട്ട് നമുക്ക് ഇത് ഇസഡിന് എക്സ് കൊടുക്കാം നമുക്ക്. അപ്പോൾ x³ + 2x² + 2x + 1 = 0. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്, ഫംഗ്ഷനും കൂടിയാണത്. ഇതിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. x+1 × x² + x + 1 = 0. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്, എൻട്രൻസിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. x³ + 2x² + 2x + 1 എന്ന് പറയുമ്പോൾ x+1 × x² + x + 1 = 0 ആണ്. ഇവിടെ നിന്ന് നമുക്ക് x = -1 കിട്ടും. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ. ഇവിടെ നിന്നാണ് നമുക്ക് ω² പഠിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ω² കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റൂട്ട്സ് ആണ്. x = -1 ω² പക്ഷെ ഇവിടെ x = -1 കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലും റൂട്ട് ആവുള്ളൂ. പക്ഷെ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇത് കൊടുത്തു നോക്കിയേ, സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള 0 വരണം, 0 വരില്ല. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇസഡിന് ω കൊടുക്കുക. നമുക്കറിയാലോ 1 + ω + ω² 0 ആണ്. ω³ എന്ന് പറഞ്ഞാൽ 1 കൂടിയാണ്. ഒമേഗയുടെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 3 വന്നാൽ അത് 1 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 1984 × Z എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ 1984 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, അത് 1 ആയിട്ട് മാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ω പ്ലസ് ഇത് ω + 1 + ω + ω². അതപ്പോൾ എന്ത് വരും? അത് 0 വരും. 1 + ω + ω² 0 വരും. ഇനി ω² കൊടുത്താലും അത് തന്നെയായിരിക്കും. അപ്പോഴും 1 + ω + ω² = 0 വരും.
അപ്പോൾ എക്സ് ഈക്വൽ ടു -1 ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഒമേഗ സ്ക്വയർ കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഒമേഗയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, ഒമേഗ ഈസ് ഈക്വൽ ടു, അതോടെ കൊടുക്കേണ്ട കാര്യമില്ല, ഒമേഗ എടുത്താൽ മതി -1 ± I√3/2. ഇത് സോൾവബിൾ അതാണ് കിട്ടുന്നത്. ഇപ്പം നമ്മളത് കാണാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. x² + x + 1 = 0. അതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒമേഗയും ഒമേഗ സ്ക്വയറും ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻട്രൻസിൽ ഇതൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ള സമയവും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ x³ + 2x² + 2x + 1ന്റെ ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. എൻട്രൻസിൽ പഠിക്കുന്നവർ ഇത് കാണാതെ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ x + 1 × x² + x + 1 = 0. അപ്പോൾ x = -1 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗയും ഒമേഗ സ്ക്വയർ കിട്ടും. ഇവിടെ കൊടുത്തു നോക്കാം, സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഒമേഗയും ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് റൂട്ട്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്പർ ഓഫ് കോമൺ റൂട്ട്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിച്ചത് നമ്പർ ഓഫ് കോമൺ റൂട്ട്സ് ആണ്. അതിൽ 1 2 3 4 എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 2 റൂട്ട്സ്, 2 കോമൺ റൂട്ട്സ്. 2 ഈസ് ദി ആൻസർ. 2 കോമൺ റൂട്ട്സ് അല്ലെങ്കിൽ 2 കോമൺ സൊല്യൂഷൻസ്, അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് മെട്രിക്സ് എന്ന് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ A ഈസ് ഈക്വൽ ടു മെട്രിക്സ് x 0 0 0 y 0 0 0 z ഇങ്ങനെയാണ് ചോദിച്ചുള്ളത്. ആൻഡ് ഗിവൺ ദാറ്റ് x by sin theta ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ sin theta plus 2π/3 equal to z divided by sin theta plus 4π/3. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 1 ട്രേസ് ഓഫ് ഇങ്ങനെയാണ് തേക്കണം കേട്ടോ. ട്രേസ് ഓഫ് A is equal to 0. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ട്രേസ് ഓഫ് adjoint of A that is equal to 0. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. അങ്ങനെ നമുക്ക് ആൻസർ നേരിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഓപ്ഷൻ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ നമ്മൾ K എന്ന് വിളിക്കാം. K എന്ന് വിളിക്കാം. അപ്പോൾ x is equal to k sin theta. ഇതും അതും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സിമിലർലി y is equal to k into sin theta plus 2π/3. z is equal to k into sin theta plus 4π/3. ഇതിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ട്രേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണലിന്റെ എലമെന്റ്സിന്റെ സമ്മാണ്. സം ഓഫ് ദി എലമെന്റ്സ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ x + y + z ആണ്. ട്രേസ് ഓഫ് A എന്ന് പറഞ്ഞാൽ x + y + z ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇതാണ് x. അപ്പോൾ k നമുക്ക് കോൺഫാറ്റ് എടുക്കാം. k ഇൻറ്റു sin theta plus 2π/3 പ്ലസ് sin theta plus 4π/3. ഇത് നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമാണ്, കാണാതെ പഠിക്കേണ്ട ഫോർമുലയാണ്. എൻട്രൻസിൽ പഠിക്കുന്നവർ കാണാതെ പഠിക്കേണ്ട ഫോർമുലയാണിത്. ഇത് sin theta plus 2π/3 sin theta plus 4π/3 വാല്യൂ എന്താണ് ഓർമ്മയുണ്ടാവില്ല, 0 ആണ്. 0. സോ ദിസ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു 0 0. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ദറ്റ് ഈസ് കറക്റ്റ്. ട്രേസ് ഓഫ് A ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 2 ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് A കാണണം. അഡ്ജോയിന്റ് ഓഫ് A കാണാൻ നിങ്ങൾക്കറിയാം. ഇനി ഇത് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിന്റ് ഓഫ് A കാണാൻ എളുപ്പവഴിയുണ്ട്. x മാറ്റിയിട്ട് ഇവിടെ y z 0 0 0 ഇവിടെ അപ്പോൾ x z 0 0 0 xy. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് A. അഡ്ജോയിന്റ് ഓഫ്
അഡ്ജോയിന്റ് ഓഫ് എ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി അഡ്ജോയിന്റ് കാണണം. ഒരു പ്രാവശ്യം കൂടി അഡ്ജോയിന്റ് ഓഫ് എ. അത് നിങ്ങൾക്ക് കാണാൻ അറിയാം, അഡ്ജോയിന്റ് കാണാൻ അറിയാം. ദിസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ്, ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ, എക്സ് സ്ക്വയർ വൈ ഇസഡ് 0 0 0 വൈ സ്ക്വയർ എക്സ് ഇസഡ് 0 0 0 ഇസഡ് സ്ക്വയർ എക്സ് വൈ, ഇസഡ് സ്ക്വയർ എക്സ് വൈ. ഇനി നമുക്ക് വേണ്ടത് ട്രേസ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ. ഇതിന്റെ ട്രേസ് ആണ് ചോദിച്ചത്. ട്രേസ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ഇതാണ് ചോദിച്ചത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ വൈ ഇസഡ് പ്ലസ് വൈ സ്ക്വയർ എക്സ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ എക്സ് വൈ, ഇസഡ് സ്ക്വയർ എക്സ് വൈ. ആരാ കോമൺ ഫാക്ടർ? എക്സ് വൈ ഇസഡ് കോമൺ ഫാക്ടർ ആണ്. അകത്തെന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയും. നോക്കൂ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഓൾറെഡി നമ്മൾ 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ട്രേസ് ഓഫ് ഏതാണ്? എ ആണത്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ഇൻറ്റു 0, ദാറ്റ് ഈസ് ഓൾസോ 0. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്, രണ്ടും 0 തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഡിറ്റർമിനന്റ്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5, എക്സ് പ്ലസ് 2y പ്ലസ് ലാംഡ സ്ക്വയർ ഇസഡ് ഈസ് ഈക്വൽ ടു 9, എക്സ് പ്ലസ് 3y പ്ലസ് ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ. ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് യുണീക് സൊല്യൂഷൻ, ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ, യുണീക് സൊല്യൂഷൻ 4 ലാംഡ ഈസ് ഈക്വൽ ടു 1, മ്യൂ നോട്ട് ഈക്വൽ ടു 13. ഓപ്ഷൻ ബി, ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് 4 ലാംഡ ഈസ് ഈക്വൽ ടു 1, mu equal to 13. Option C, no solution 4 lambda is equal to 1, mu belongs to R. Option D, infinite solutions 4 lambda is equal to 1, mu not equal to 13. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യം എന്തൊക്കെയാലും ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യൻസ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1 1 1 2 ലാംഡ സ്ക്വയർ 1 3 ലാംഡ ഈക്വൽ ടു 0 കൊടുക്കണം. അത് 0 കൊടുക്കുമ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഡ ഈക്വൽ ടു 1 വരും, ലാംഡ ഈക്വൽ ടു -1/2 വരും, ലാംഡ ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ, ഇനി നമുക്ക് ക്രാമേഴ്സ്, ആക്ച്വലി ഇത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇപ്പോൾ പല ഷിഫ്റ്റിൽ നമുക്ക് സിലബസിൽ ഇല്ലാത്തത് പലതും ചോദിച്ചിട്ടുണ്ട്, ഡിലീറ്റഡ് ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം. ക്രാമേഴ്സിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് തന്നെയാണ്. ഇവിടുത്തെ ഒരു എക്സ് എന്ന് പറഞ്ഞ ഈ കോളം മാറ്റണം. മാറ്റിയിട്ട് ഇവിടുത്തെ കോൺസ്റ്റൻസ്, ഇക്വേഷനിലെ കോൺസ്റ്റൻസ്, അതായത് 5 9 മൈനസ് മ്യൂ 1 2 3 ദെൻ 1 ലാംഡ സ്ക്വയർ, ലാംഡയ്ക്ക് 1 കൊടുക്കുക, ആദ്യം 1 കൊടുക്കുക, ലാംഡ 1, അടുത്തതും 1. ഇതും 0 ആണെങ്കിൽ നമുക്ക് പറയാം അത് ഇവിടുന്ന് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുന്ന് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 13 എന്ന് കിട്ടും. 13. അപ്പോൾ നമുക്ക് പറയാം ഇതും ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1 കിട്ടി, ഇവിടുന്ന് മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് 13 കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ.
അപ്പോൾ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഫോർ ലാംഡ ഈസ് ഈക്വൽ ടു 1, മ്യൂ ഈക്വൽ ടു 13 എന്ന് വരും. ശരിക്കും സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷേ സിലബസിൽ ഇല്ലാത്തതാണെങ്കിലും ചോദിക്കാറുണ്ട് ചിലതൊക്കെ. വേറെ ക്വസ്റ്റ്യൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ചോദിച്ചാലാണ്. വളരെ സിമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഹാസ് 3 സെക്ഷൻസ്. ABC എന്ന് പറയുന്ന 3 സെക്ഷൻ ഉണ്ട്. അതിൽ എയിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ട്, ബിയിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്, സിയിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. എ സ്റ്റുഡൻറ് ഹാസ് ടു ആൻസർ 15 ക്വസ്റ്റ്യൻസ്. ഒരു കുട്ടിക്ക് 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ. ഹി ഹാസ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ. എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻ ആകെ ആൻസർ ചെയ്യണം, പക്ഷേ ഒരു സെക്ഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ സിയിൽ എപ്പോഴും 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. സിയിലാകെ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിൽ കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റില്ല അയാൾക്ക്. അപ്പോൾ അത് ഒന്നും നോക്കാൻ, അതൊന്നും സീനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട, ചിന്തിക്കേ വേണ്ട. അപ്പോൾ 4C4 അതെപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ആകെ 15 ക്വസ്റ്റ്യൻ വേണം. 15 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എയിൽ നിന്ന് നമുക്ക് ബിയിൽ നിന്നും നമുക്കൊരു പണി ചെയ്യാം. എയിൽ നിന്ന് 6ഉം ഇവിടെ നിന്ന് 5 കൊടുത്താൽ 6 + 5 + 4 എത്രയാണ്? 15 വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 5 എടുക്കാം, ഇവിടെ 6 എടുക്കാം, ഇവിടെ 4 എടുത്താലും എത്ര വരും? 15 വരും. ഇങ്ങനെ വരും. ഇനി വരുന്ന കേസ് എന്താ? ഇവിടെ നിന്ന് 7 എടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ എത്ര വരും? 4 എടുക്കാം, അപ്പോഴും 15 വരും. നോക്കി, 6 5 11 4 15, 11 4 15 ഇങ്ങനെ വരും. 7 4 11 4 15. 3 കേസേ വരുള്ളൂ. കാരണം സി എപ്പോഴും 4 ആയിരിക്കണം. എയിൽ 8 വരെയുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം? അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 6 5 7 5 6 4. ഇവിടെ 8 പറ്റില്ല. 8 എടുത്താൽ ഇവിടെ പിന്നെ 3, പക്ഷെ അത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് 4 എങ്കിലും വേണം. അത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. ഇനി അപ്പോൾ ഈ 3 കേസാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? 8 നിന്ന് 6 എണ്ണം, 8C6 ഇൻറ്റു 6 നിന്ന് 5 6C5. അടുത്ത് 8 നിന്ന് 5 8C5 ഇൻറ്റു 6C6. ദെൻ 8C7 ഇൻറ്റു 6C4. സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ. ഇത് ആഡ് ചെയ്താൽ മതി കേട്ടോ. പ്ലസ് പ്ലസ് ആഡ് ചെയ്യുക, കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, ആൻസറായി. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. അതൊരു പുതിയ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: f of x by y, f of x by y is equal to f of x by f of y. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ദെൻ കുറച്ച് ഇത്ര തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ, എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് മൈനസ് 2024 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ ബി, എഫ് ഡാഷ് എക്സ് മൈനസ് 2024 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ സി, എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് 2024 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. പിന്നെ നൺ ഓഫ് ദീസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സിമ്പിൾ ആണ്, പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. കാര്യം ഇതാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ ആവണമെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു ആൻ ഇൻറ്റിജർ ആയിരിക്കണം. ഇതാണ് ആ പ്രോപ്പർട്ടി. എഫ് ഓഫ് എക്സ് ബൈ വൈ, എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ ആണ്. ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതറിയണം, അറിഞ്ഞിരിക്കണം നമ്മൾ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
എക്സ് റേസ് ടു എൻ ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. നോക്കുക, ഇനി എല്ലാ ഓപ്ഷൻസിലും ഉള്ള ഇൻറ്റിജർ ആരാണ്? 2024 എന്നാണ്. അപ്പോൾ ലെറ്റസ് കൺസിഡർ n ഈസ് ഈക്വൽ ടു 2024 എന്നെടുക്കാം നമുക്ക്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 2024. എഫ് ഡാഷ് 1 എന്തായിരിക്കും? എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 1 റേസ് ടു, അപ്പോൾ അത് 1 തന്നെയാണ്. അപ്പോൾ എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ എന്ത് വരും? n എന്താ നമ്മൾ ഇതിൽ 2024 ആണ്. എഫ് ഡാഷ് 1 ഈസ് 2024. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ത് വരും? എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു 2024 ഇൻറ്റു എക്സ് റേസ് ടു 2023. രണ്ട് സൈഡും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2024 ഇൻറ്റു എക്സ് റേസ് ടു 2024. എക്സ് റേസ് ടു 2024 എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2024 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് കൂടെ എടുക്കുക. എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് മൈനസ് 2024 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ എ, എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് മൈനസ് 2024 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. താങ്ക് യു ആൾ.